Hello everyone, welcome to Fortune's Finest. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ പരിപാടിയിൽ നമ്മൾ പണ്ട് UPSC ആസ്പിറൻ്റായി പരിചയപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളെ ഇന്ന് അവർ ഓഫീസേഴ്സായി പരിചയപ്പെടുന്ന പ്രോഗ്രാമാണ് ഫോർച്യൂൺസ് ഫൈനസ്റ്റ്. ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് മഹാരാഷ്ട്ര കേഡറിൽ IAS ഓഫീസറായി വർക്ക് ചെയ്യുന്ന മിന്നുവാണ്. നമുക്ക് മിന്നുവിനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് മിന്നു. മിന്നു 2021 ബാച്ച് IAS ഓഫീസറാണ്. ഇപ്പോൾ 4 കൊല്ലമായി. എങ്ങനെയുണ്ട് ഒരു IAS ജീവിതം? സർ, ഇറ്റ് ഈസ് വെരി ഗുഡ്. നല്ല എന്താ പറയുക, ഇപ്പോൾ നമ്മൾ പൊതുവേ മീഡിയയിലൊക്കെ കേൾക്കുന്നത് പോലെ ഒരാൾക്ക് ഈ രാജ്യത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ജോബാണ് അത്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈഡ് ഇൻ അവർ ജോബ്. മിന്നു ഇപ്പോൾ മഹാരാഷ്ട്ര കേഡറിലാണ് IAS ഓഫീസറായിട്ടുള്ളത്. എങ്ങനെയാണ് മഹാരാഷ്ട്ര കേഡറിൽ വന്നുവിട്ട് ഈ കേഡർ സിസ്റ്റം എങ്ങനെയാണ് ഒരു കേഡർ അലോക്കേറ്റ് ആവുന്നത്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സർ, UPSC ഹാസ് എ കേഡർ പോളിസി. അപ്പോൾ ആ കേഡർ പോളിസി അനുസരിച്ച് നമ്മൾ മെയിൻസ് എക്സാമിന് മുമ്പേ തന്നെ നമ്മുടെ പ്രിഫറൻസ് കൊടുക്കണം. അപ്പോൾ ഒരു സോണൽ സിസ്റ്റം ആണ് അതിനകത്ത്. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ കേരള കേഡർ, ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ഒബ്വിയസ്ലി കേരള കേഡറാണ് വെച്ചത്. അപ്പോൾ കേരള കേഡർ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സോണിലേ വെക്കാൻ പറ്റുള്ളൂ, ബിക്കോസ് കേരള ബിലോങ് ടു സൗത്ത് സോൺ. അപ്പോൾ അതിൻ്റെ സോണൽ പോളിസി ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് കേഡർ ഞാൻ മഹാരാഷ്ട്ര, എൻ്റെ സെക്കൻഡ് ചോയ്സാണ് വെച്ചത്. സോ നമ്മൾ എക്സാം ക്ലിയർ ആയതിന് ശേഷം നമ്മുടെ റാങ്കിനെ ബേസ് ചെയ്തിട്ടും നമ്മുടെ എന്താ പറയുക, നമ്മുടെ വേക്കൻസി, ഒരു കേഡറിൽ എത്ര വേക്കൻസി ഉണ്ട്, കാറ്റഗറി അനുസരിച്ചും റാങ്ക്, വേക്കൻസി, കാറ്റഗറി, ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് കേഡറിൻ്റെ അലോക്കേഷൻ വരുന്നത്. അപ്പോൾ ഞാൻ ക്ലിയർ ആയ വർഷം എനിക്ക് കേരള കേഡർ കിട്ടാൻ സ്കോപ്പ് ഉണ്ടായിരുന്നു ബേസ്ഡ് ഓൺ കാറ്റഗറിയും റാങ്കും വെച്ചിട്ട്, പക്ഷെ വേക്കൻസി ഉണ്ടായിരുന്നില്ല. സോ നാച്ചുറലി എൻ്റെ സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു മഹാരാഷ്ട്ര. അവിടെ ഈ 3 സാറ്റിസ്ഫൈഡ് ആയി, റാങ്ക്, വേക്കൻസി, ക്രൈറ്റീരിയ. കേരള കിട്ടുന്നതിന് മുമ്പ് മഹാരാഷ്ട്ര പോയിട്ടുണ്ടോ? ഇല്ല സർ. അപ്പോൾ എങ്ങനെയുണ്ട് മഹാരാഷ്ട്ര എക്സ്പീരിയൻസ്? കാരണം നമ്മൾ കേരളത്തിലെ ഒരു സിസ്റ്റം ഓഫ് ഗവർണൻസ്, കേരളത്തിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിൽ പോയി അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സർ, ഞാൻ മഹാരാഷ്ട്ര പോയിട്ടില്ലെങ്കിലും ഇപ്പോൾ നമ്മൾ പണ്ട് ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ പഠിച്ച സമയത്ത് മഹാരാഷ്ട്ര പറ്റി ഞാൻ എക്സ്റ്റെൻസീവ്ലി വായിച്ചിട്ടുണ്ട്. സോ ഐ ഹാഡ് എ ഐഡിയ എങ്ങനെയാണ് സ്റ്റേറ്റ് എന്നുള്ള ഇത്. അപ്പം അതിനെ കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ എക്സ്പീരിയൻസും. നമുക്കറിയാം, നമ്മൾ ഇൻഡസ് വാലി പഠിക്കുന്ന ആ ഒരു സമയം മുതലേ ഉള്ളൊരു വളരെ ഹിസ്റ്റോറിക്കൽ ഹെറിറ്റേജ് ഉള്ള ഒരു സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര. അതേപോലെ തന്നെ ജോഗ്രഫിക്കലി എൻ്റെ ഓപ്ഷനും ജോഗ്രഫി ആയിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ജോഗ്രഫിക്കലി നമ്മൾ ഡെക്കാൻ ട്രാപ്പും ലാവ ഉറഞ്ഞുണ്ടായ ഒരു പ്ലേറ്റും ഒക്കെ അങ്ങനെ പഠിച്ചൊരു സ്ഥലമാണ്. അപ്പം എനിക്ക് എപ്പോഴും മഹാരാഷ്ട്രയിൽ എവറി ടൈം when I go എനിക്ക് ഫീൽ ചെയ്യും ഞാൻ പഠിച്ചത് അതുപോലെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മഹാരാഷ്ട്ര. പിന്നെ സാറ് പറഞ്ഞ പോലെ ഞാനൊരു 32 വർഷം കേരളത്തിൽ ജീവിച്ച ഒരാളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്ര പോകുമ്പോൾ ഭയങ്കര ഒരു നമ്മുടെ എൻറ്റയർ ലൈഫിൻ്റെ ഷിഫ്റ്റാണ് ഹാപ്പൻഡ്. അപ്പം ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഏറ്റവും ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫുഡാണ്. ഞാൻ സ്ഥിരം ചോറ് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ചോറ് കഴിച്ചിട്ട് പെട്ടെന്ന് മഹാരാഷ്ട്രയിലെത്തുമ്പം എനിക്ക് അവിടുത്തെ ആ ചോറ് അത്ര എനിക്കിഷ്ടമല്ല, ടു ബി വെരി ഓണസ്റ്റ്. എനിക്ക് നമ്മുടെ ഇവിടുത്തെ പാലക്കാടൻ മട്ട കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ റൊട്ടിയാണ് കഴിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ, പക്ഷേ അതിലൊരു വലിയ ഹ്യൂജ് ഷിഫ്റ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എൻറ്റയർ ഷിഫ്റ്റ് എന്ന് തന്നെ പറയാം. നമ്മുടെ എന്താ പറയുക, ലൈഫ് ഹാസ് ടേൺഡ് അപ്സൈഡ് ഡൗൺ എന്ന് പറയുന്ന പോലെ ഒരു ഇതാണ്. ബട്ട് നമ്മൾ പഠിച്ചതും വായിച്ചതും കണ്ടതും കേട്ടതും ഒക്കെ തന്നെയാണ് മഹാരാഷ്ട്ര. ഇപ്പോൾ നമ്മൾ IAS കിട്ടിയതിന് ശേഷം നമ്മുടെ ലബാസിനിലെ ട്രെയിനിങ് ഉണ്ടല്ലോ, ആസ് ഓഫീസേഴ്സ് ട്രെയിനിങ്, നിങ്ങൾക്ക് മുസൂറിയിലും ട്രെയിനിങ് ഉണ്ടല്ലോ. ആ ട്രെയിനിങ് എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് പറയാമോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മുസൂറി ഈസ് എ വെരി മാജിക്കൽ പ്ലേസ്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ IAS കിട്ടുമ്പോൾ, ഞാൻ IASൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയും. സോ നമുക്ക് IAS ആണ് അലോക്കേഷൻ എന്നറിയുമ്പോൾ നമുക്കൊരു 4 സ്റ്റേജാണ് നമ്മുടെ ട്രെയിനിങ്. ഇനിഷ്യൽ 2 years എന്ന് പറയുന്നത് നമ്മൾ പ്രൊബേഷൻ പീരീഡാണ്. അപ്പോൾ നമ്മൾ ആദ്യം ലബാസിനയിൽ ചെല്ലുന്നത് ഫൗണ്ടേഷൻ കോഴ്സിന് വേണ്ടിയിട്ടാണ് ഫോർ 3 months. ഫൗണ്ടേഷൻ കോഴ്സ് കഴിയുമ്പോൾ ബാക്കി എല്ലാ സർവീസുകാരും മുസൂറിയിൽ നിന്ന് പോകാറുണ്ട്. വി വിൽ ബി റിട്ടൈൻ, IAS ഓഫീസേഴ്സ് വിൽ ബി റിട്ടൈൻ ദെയർ. പിന്നെ ഒരു 6 months phase 1 എന്ന് പറയുന്ന കോഴ്സാണ്. phase 1 കഴിഞ്ഞിട്ട് വി വിൽ ബി സെൻഡ് ടു ഡിസ്ട്രിക്ട്. നമ്മൾ ഏത് കേഡറിലാണോ അവിടെ ഒരു ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്തിട്ട്
അവിടുത്തെ കളക്ടർ കീഴിൽ നമ്മൾ പ്രൊബേഷൻ ഡിസ്ട്രിക്ട് ട്രെയിനിങ്ങിന് എന്നാ പറയുക, ഡിസ്ട്രിക്ട് ട്രെയിനിങ്ങിന് വിടും. വീണ്ടും തിരിച്ച് നമ്മൾ ഡൽഹിയിൽ പോകണം. 3 months നമ്മൾ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അടുത്ത് വീണ്ടും ഒരു 45 days phase 2 ആണ്. അഗെയിൻ വി കം ബാക്ക് ടു മുസൂറി, ദെൻ വി കംപ്ലീറ്റ് അവർ ട്രെയിൻ. അപ്പോൾ ഇഫക്റ്റീവ്ലി ഒരു 2 years ടൈം പീരീഡിൽ ഓൾമോസ്റ്റ് ഒരു 1 year വി സ്പെൻഡ് ഇൻ മുസൂറി ഇൻ പല ഇതിൽ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു 2 yearൽ മുസൂറി പോലെ ഒരു സ്ഥലത്ത് എക്സെപ്റ്റ് ഒരു റെയിനി സീസൺ ഒഴിച്ച് ബാക്കി എല്ലാ സീസണും കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വിൻ്റർ, സമ്മർ, റെയിനും കുറച്ച് കണ്ടിട്ടുണ്ട്, ബട്ട് ഓട്ടം ഒക്കെ. അപ്പം എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. പിന്നെ ലബാസിനെ പറ്റി സ്പെസിഫിക്കലി പറയാനാണെങ്കിൽ നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ റീൽസിലും ഒക്കെ നല്ല രസമാണെങ്കിലും ഇറ്റ് ഈസ് എ സ്ട്രിക്റ്റ് അക്കാഡമി. ഇറ്റ് ഈസ് എ വെരി വെരി സ്ട്രിക്റ്റ് അക്കാഡമി. ഇപ്പോൾ രാവിലെ എണീറ്റ് PT ചെയ്യണം, രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണം, പിന്നെയും PT ചെയ്യണം. പിന്നെ അത്യാവശ്യം നല്ല ഡിസിപ്ലിനും എൻഫോഴ്സ്ഡ് ആയിട്ടുള്ളൊരു, ചുമ്മാ തോന്നിയ പോലെ ഒന്നും നടക്കാനൊന്നും പറ്റില്ല. നല്ല കുറേയൊക്കെ എന്താ പറയുക, അതിനൊരു ശിഷ്ടാചാരം എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് തന്നെ ഉണ്ട് ലബാസിനിക്ക്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ഫോളോ ചെയ്ത് ഒക്കെ പോവേണ്ട ഒരു ഡിസിപ്ലിൻഡ് സ്ഥലമാണ്. പക്ഷേ ഇറ്റ് ഈസ് എ വെരി എൻറിച്ചിങ് എക്സ്പീരിയൻസ്. ഒരിക്കൽ മുസൂറി പോയാൽ നമ്മൾ അതുപോലെയല്ല തിരിച്ചു വരുന്നത്. മുസൂറിയിൽ ഇപ്പം നമ്മൾ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ക്ലാസ്സസ് ആണെങ്കിലും അവിടുത്തെ ആ ഒരു രീതികളാണെങ്കിലും നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി എൻഹാൻസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മൾ ഒരിക്കലും അവിടെ പോയ ആളായിരിക്കില്ല നമ്മൾ തിരിച്ചു വരുന്ന ആൾ. അപ്പം അതിനകത്ത് ഇപ്പോൾ ഏറ്റവും ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻ ലോട്ട് ഓഫ് ട്രാവലിംഗ് എക്സ്പീരിയൻസ്. ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സ് മാത്രം എടുക്കുകയാണെങ്കിൽ വി ഹാവ് മെയിൻലി 3 travel plans. അതിൽ ഒന്ന് വില്ലേജ് സ്റ്റഡി പ്രോഗ്രാമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു റിമോട്ട് വില്ലേജ്, നമ്മുടെ ബാച്ചിന് സ്പെസിഫിക്കലി ബോർഡറിങ് വില്ലേജസ് ആയിരുന്നു. അപ്പോൾ അന്ന് ബോർഡറിലുള്ള വില്ലേജിൽ പോവുക, അവിടെ SSB അല്ലെങ്കിൽ ITBP അല്ലെങ്കിൽ BSF അങ്ങനെ ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു ആർമി യൂണിറ്റിൻ്റെ കൂടെ താമസിക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി, അവിടുത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും നമ്മൾ കാണണം. ഗ്രാമസഭ, അവിടുത്തെ സ്കൂള്, ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം നമുക്ക് ഇറ്റ് ഈസ് സച്ച് എ ഐ ഓപ്പണിങ് എക്സ്പീരിയൻസ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇന്ത്യ എത്ര ഡൈവേഴ്സാണ്, എത്ര ഡിഫറെൻ്റ് ആണ്. നമ്മളെപ്പോലെ ഒരു കോസ്റ്റൽ സ്റ്റേറ്റ് അല്ല. മിക്കവാറും നമ്മുടെ ബോർഡറിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മൗണ്ടെയിനിയസ് ആണ്. നമ്മൾ എസ്പെഷ്യലി മൗണ്ടെയിൻസിലോട്ട് അവർ വിട്ടത്. അപ്പം അതും വിൻ്റർ കാലഘട്ടത്തിലാണ് നമ്മൾ പോയത്. അപ്പം അത്രയും എന്താ പറയുക, നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചത് പട്ടാളക്കാരുടെ കൂടെയാണ്. സോ ഇറ്റ് ഈസ് ലൈക്ക് സച്ച് എ ലൈവ്ലി എക്സ്പീരിയൻസ്. രണ്ടാമത് അഗെയിൻ വി വിൽ ബി ടേക്കൺ ടു കെവാഡിയ. അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലാണ് നമ്മുടെ ഇൻഡക്ഷൻ, ആരംഭം എന്ന് പറയുന്ന പ്രോഗ്രാം അവിടെയാണ് നടക്കുന്നത്. അപ്പം അവിടെയും അതും ഇറ്റ് ഈസ് ലൈക്ക് എൻറ്റയർലി ഡിഫറെൻറ്റ് ടെറൈൻ. നമ്മൾ പിന്നെ റൺ ഓഫ് കച്ചും അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് അഗെയിൻ ദർ ഇസ് എ ഹിമാലയൻ ട്രക്കിംഗ്. അപ്പോൾ പ്രോപ്പർ നമ്മളൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസിലോട്ടാണ് വീണ്ടും നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതൊരു ഈ പറഞ്ഞ 3 months പീരീഡിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. സോ ഇറ്റ് ഈസ് സച്ച് എ ഡൈവേഴ്സ് തിങ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മൊത്തത്തിലുള്ള നമ്മുടെ ഔട്ട്ലുക്ക് മാറും, നമ്മുടെ പെർസ്പെക്റ്റീവ് മാറും. സോ ലബാസ് അഗെയിൻ ഇപ്പോൾ IASൻ്റെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ വി ഹാവ് എ 45 day ഭാരത് ദർശൻ. ഇപ്പോൾ ട്രാവലിംഗ് മാത്രമായിട്ട് തന്നെ വി വിൽ ബിക്കം എ എൻറ്റയർലി ന്യൂ പേഴ്സൺ. അതല്ലാതെ തന്നെ അവരുടെ ഒരു മൊഡ്യൂളാണെങ്കിലും നമുക്ക് ചില നല്ല നല്ല മൊഡ്യൂളുണ്ട്. ഇപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു മൊഡ്യൂളുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഗ്രൂപ്പ് ആക്ടിവിറ്റി ഒക്കെയാണ് അതിനകത്ത്. പിന്നെ അല്ലാതെ തന്നെ കുറച്ചൊക്കെ ഫീൽഡ് എക്സ്പീരിയൻസും ഒക്കെ ഉണ്ട്. അപ്പം ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഐ വിൽ സ്ട്രോങ്ലി എല്ലാ ആസ്പിറൻസിനോടും ഞാൻ അതാ ഏറ്റവും കൂടുതൽ പറയുന്നത്. ഞാൻ എപ്പോഴും പറയും ബാക്കിയൊക്കെ പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം. പക്ഷെ ആദ്യം പറഞ്ഞ പോലെ കിട്ടുന്ന ഒരു എക്സ്പോഷറിന് വേണ്ടി വേണം എല്ലാവരും പഠിക്കാൻ. യെസ്. സോ നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് കേരളത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 സ്ഥലത്തുള്ള അഡ്മിനിസ്ട്രേഷൻ അതെങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്? നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കാറുണ്ട്? യെസ്. നമ്മൾ ഇപ്പം എൻ്റെ ബാച്ചിൽ നമ്മൾ 9 IAS ഓഫീസേഴ്സാണ് മലയാളികൾ. അപ്പോൾ അതിലെനിക്കൊന്ന് 3 പേരാണ് കേരളത്തിൽ, മിഥുൻ, മീര ആൻഡ് ജയകൃഷ്ണൻ. അതല്ലാതെ ബാക്കി 6 പേരും നമ്മൾ വേറെ വേറെ കേഡറിലാണ്. ഒരാൾ പഞ്ചാബിൽ, ഒരാൾ ഒഡീഷ, ഒരാൾ ഗുജറാത്ത്, ഒരാൾ തമിഴ്നാട്, വേറൊരാൾ എൻ്റെ കൂടെ മഹാരാഷ്ട്രയിലുണ്ട്, കരിഷ്മ.
അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് അത് മനസ്സിലാവും. കാര്യം ഒരു കാഡറും സിമിലർ അല്ല. എല്ലാവരും ഇപ്പോൾ ഈ ഗുജറാത്ത്, മഹാരാഷ്ട്ര നമ്മൾ ഏറ്റവും അടുത്തടുത്ത് കിടക്കുന്ന സ്റ്റേറ്റാണ്. എന്നിട്ട് പോലും നമ്മൾ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. എനിക്ക് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത് കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും എനിക്ക് കീ ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടുള്ള ഇവിടുത്തെ എക്സ്പോഷറാണ് ഓഫ് എനിബഡി ടു ദി ജനറൽ പബ്ലിക്, എസ്പെഷ്യലി ബ്യൂറോക്രാറ്റ്സ്. ഇവിടെ മീഡിയ വളരെ സ്ട്രോങ് ആണ്, സിവിൽ സൊസൈറ്റി ഭയങ്കര സ്ട്രോങ് ആണ്, പൊളിറ്റീഷ്യൻസും ഭയങ്കര പ്രൊആക്റ്റീവാണ്. എല്ലാവരും, അതായത് ഒരു സൊസൈറ്റിയുടെ ഏത് സ്റ്റേക്ക് ഹോൾഡർ ഉണ്ടോ അവരെല്ലാവരും വളരെ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള, വളരെ എൻഗേജ്ഡ് ആയിട്ടുള്ള, വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ അതിനകത്ത് അത് ഈക്വലി പ്രൊഡക്റ്റീവാണ്, ഈക്വലി ചലഞ്ചിങ്ങുമാണ്. ബിക്കോസ് ടു മച്ച് ഇൻട്രാക്ഷൻ വിത്ത് ഓൾ ദി സ്റ്റേക്ക് ഹോൾഡർ. പക്ഷേ മഹാരാഷ്ട്രയിലോട്ട് വരുമ്പോൾ അത്രയും സ്റ്റേക്ക് ഹോൾഡർ ഇൻവോൾവ്മെൻറ്റിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഇപ്പം അവിടെ പൊളിറ്റീഷ്യൻസും ബ്യൂറോക്രാറ്റ്സും ഭയങ്കര ഇൻട്രാക്റ്റീവാണ്. അവർ ഓൾമോസ്റ്റ് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ വി ആർ ഓൺ സെയിം പേജ്. കാര്യം ഓപ്പോസിഷൻ ആണെങ്കിലും മറ്റതാണെങ്കിലും റൂളിംഗ് പാർട്ടി ആണെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, വി ആർ കോൺസ്റ്റൻ്റ്ലി ഇൻട്രാക്റ്റിംഗ് വിത്ത് ഈച്ച് അതർ. പക്ഷെ മീഡിയ, ഞാനിപ്പോൾ വിദർഭയിലാണ്, മേ ബി വെസ്റ്റേൺ മഹാരാഷ്ട്രയിൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരിക്കണം. പക്ഷേ വിദർഭ സൈഡിൽ മീഡിയ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ലിമിറ്റഡ് ആണ്. അവരങ്ങനെ ഇപ്പം നമ്മുടെ ഇവിടുത്തെ പോലെ പ്രൈം ടൈം ചർച്ചകളോ അങ്ങനെ ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമല്ല, മീഡിയ കുറച്ചുകൂടെ മറ്റു കാര്യങ്ങളിലാണ് ഫോക്കസ്ഡ്, കുറച്ച് ഡെവലപ്മെൻറ്റൽ കാര്യങ്ങളിലും ഇപ്പോൾ ഇൻസിഡൻസിലാണ് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളായിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ വളരെ വളരെ ലിമിറ്റഡ് ആണ് അതിനകത്ത്. പിന്നെ സിവിൽ സൊസൈറ്റി ഒബ്വിയസ്ലി കുറച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, എന്നാലും കേരളം പോലെ അത്രയും ഒരു വൈബ്രൻറ്റ് സിവിൽ സൊസൈറ്റി ഉള്ള ഒരു സ്ഥലം അല്ലാതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് അവർക്കും ഈ പറഞ്ഞ പോലെ പ്രയോറിറ്റി കുറേ ഡിഫറെൻ്റ് ആണ്. ബ്യൂറോക്രാറ്റ്സിൻ്റെ അടുത്തുള്ള ഇൻട്രാക്ഷനെക്കാട്ടിലും വേറെ കുറേ ഇൻട്രാക്ഷൻസ് ആണ് അവർക്ക് കൂടുതൽ. അപ്പം മെയിൻലി ഐ തിങ്ക് കേരളവും മഹാരാഷ്ട്രയും തമ്മിലുള്ള പ്രൈം ഡിഫറൻസ് ഐ തിങ്ക് ഈ പറഞ്ഞ പോലെ ഒരു സിവിൽ സൊസൈറ്റി സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ കം ഇൻട്രാക്ഷൻ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു മീഡിയ സ്ക്രൂട്ടനിയും സിവിൽ സൊസൈറ്റി സ്ക്രൂട്ടനിയും മഹാരാഷ്ട്രയിൽ കുറച്ചുകൂടെ കുറവാണെന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കും. യെസ് ഡെഫിനറ്റ്ലി യെസ്. പക്ഷേ അതും ഈ പറഞ്ഞ ഡിപ്പെൻസ് ഓൺ ഇൻ വിച്ച് റീജിയൻ യു ആർ ഇൻ മഹാരാഷ്ട്ര. ഇപ്പോൾ ബോംബെയിലാണെങ്കിൽ യെസ്, ഇപ്പം വെസ്റ്റേൺ മഹാരാഷ്ട്രീയൻ സൈഡിൽ ഭയങ്കര എന്താ പറയുക, മീഡിയ ഹൗസസ് ഒക്കെ വളരെ വലുതാണ് അവിടെ. പക്ഷേ ടുവേർഡ്സ് വിദർഭ കുറച്ചുകൂടെ ഇത് കുറവാണ്. മിന്നു ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് വിദർഭയിലാണെന്ന് പറഞ്ഞു. വിദർഭയെ കുറിച്ചുള്ള നമ്മുടെ ലിമിറ്റഡ് നോളേജ് എന്ന് വെച്ചാൽ അവിടെ ഒത്തിരി ഫാമേഴ്സ് സൂയിസൈഡ്സ് വരാറുണ്ട്. വെള്ളത്തിന് ഭയങ്കര ക്ഷാമമുള്ളൊരു സ്ഥലമാണ്. അത് നമ്മൾ പണ്ട് പുസ്തകങ്ങളെ വായിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവിടുത്തെ അവസ്ഥ? ആക്ച്വലി ഫാർമർ സൂയിസൈഡ് ഇപ്പോഴും ഉണ്ട്, പക്ഷെ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നമ്പേഴ്സിൽ ഒരുപാട് കുറവ് വന്നിട്ടുണ്ട്. അതുപോലെ വെള്ളവും ഒരുപാട് ഇപ്പം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 20-25 ഇയേഴ്സിൻ്റെ ആ ഒരു വിൻഡോയിൽ ഒത്തിരി വെള്ളത്തിൻ്റെ ഇഷ്യൂ റിസോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഇപ്പോൾ ഈ ഏപ്രിൽ മെയ് മാസങ്ങൾ വളരെ പീക്ക് സമ്മർ മാസങ്ങളാണ്. അപ്പോൾ വിദർഭ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഹാർട്ട് ലാൻഡാണ്. സാറിന് അറിയുന്ന പോലെ നാഗ്പൂർ എന്ന് പറയുന്ന സെൻറ്ററാണ് ഇന്ത്യയുടെ. അപ്പോൾ ഇത് നാഗ്പൂരിന് അടുത്ത സ്ഥലമാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ ഭയങ്കര കോണ്ടിനെൻറ്റാലിറ്റിയുടെ ആ ഒരു എഫക്റ്റ് ഉണ്ട്. എന്നിരുന്നാലും പഴയ നമ്മൾ പഠിച്ചിരുന്ന വിദർഭ അല്ല ഇപ്പോഴത്തെ വിദർഭ. അവിടെ ഒരുപാട് ഇപ്പോൾ ഇറിഗേഷൻ പ്രോജക്ട്സ് ഉണ്ട്, ഡ്രിങ്കിങ് വാട്ടർ പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളത്തിന് വെച്ചാൽ തീരെ വെള്ളമില്ല, നമ്മൾ ഈ പണ്ട് കാണുന്ന പോലെ വറ്റി വരണ്ട അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പം ഇല്ല. എന്നാലും എനിക്ക് സ്റ്റിൽ, ഞാനും ലാസ്റ്റ് ഒരു മീറ്റിങ്ങിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടെയൊക്കെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്യാൻ സ്കോപ്പുള്ളൊരു സ്ഥലമാണ്. 800 മില്ലിമീറ്ററൊക്കെ റെയിൻഫോൾ ഉള്ളൊരു സ്ഥലമാണ്. അത് ഇനിയും ചെയ്യാൻ പറ്റും. പക്ഷെ പഴയ ആ ഒരു ഭീകര ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. ഫാർമർ സൂയിസൈഡ് ഇപ്പോഴും ഒരു ഇഷ്യൂ ആണ്, ചെയ്യാറുണ്ട്. പക്ഷേ അത് ക്രോപ്പ് ലോസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലല്ല. ഇപ്പോൾ മെജോറിറ്റിയിലി ഇറ്റ്സ് എ ഡ്രിങ്കിങ് പ്രോബ്ലം. ആൽക്കഹോളിസത്തിൻ്റെ ഒരു ഇഫക്റ്റ് കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ലാർജർ എനർജിയും നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കോണ്ടിനെൻറ്റാലിറ്റിയെ കുറിച്ച് പറഞ്ഞു.
നമ്മളിതെല്ലാം നമ്മുടെ UPSC സിലബസിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. UPSC സിലബസിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് അഡ്മിനിസ്ട്രേഷനിൽ റെലവെന്റ് ആണോ, അതോ ഇത് ടെക്സ്റ്റ് ബുക്ക് നോളജ് മാത്രമായി നിന്ന് പോകുമോ? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് സോ റിലവൻറ്റ്. ഞാൻ പൊതുവെ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന എല്ലാ ആസ്പിറൻസിനോടും ഞാൻ പറയും, നമ്മൾ ഏറ്റവും കൂടുതൽ ഈ UPSCയുടെ സിലബസ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങിനാണെന്ന് എനിക്ക് പഠിക്കുമ്പോഴേ എനിക്ക് നല്ല ഒരു ഇതുണ്ടായിരുന്നു. കാര്യം നമ്മൾ പറയില്ലേ, നമുക്ക് ഒരു സ്ഥലത്തിൻ്റെ ഹിസ്റ്ററി അറിഞ്ഞാൽ മാത്രമേ എന്തുകൊണ്ടാണ് വൈ ദേ ആർ ആക്ടിങ് ലൈക്ക് ദിസ് ഇൻ പ്രസൻറ്റ് എന്നത് നമുക്ക് ആ സ്ഥലത്തിൻ്റെ ഹിസ്റ്ററി അറിഞ്ഞാലേ അത് അറിയാൻ പറ്റുള്ളൂ. വി ആർ വാട്ട് വി ആർ ബിക്കോസ് ഓഫ് അവർ പാസ്റ്റ് എന്ന് പറയുന്ന പോലെ. അതുപോലെ തന്നെ ആ ഒരു ടെറൈൻ അറിയുക, അതിൻ്റെ ജോഗ്രഫി അറിയുക എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അവിടുത്തെ എക്കണോമിക്സ് എന്തും സാർ ഏതൊരു സിലബസിൻ്റെ ഏതൊരു മോഡ്യൂൾ എടുത്താലും ഇറ്റ് ഈസ് ആക്ച്വലി റിലവൻറ്റ്. എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. ഇതിലെ ഏറ്റവും ഒരു ചെറിയ ഉദാഹരണം പറയാനാണെങ്കിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന അമരാവതിയിൽ ഇറ്റ് ഈസ് ബ്ലാക്ക് കോട്ടൺ സോയിൽ. അപ്പോൾ നമ്മൾ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ട് കോട്ടൺ സോയിലിൻ്റെ പ്രത്യേകതകൾ, അവിടുത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ഒരു കൃഷിയുടെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഐ നോ ദാറ്റ് എന്ന് വെച്ചാൽ ഇപ്പം എല്ലാം അറിയാമെന്നല്ല, നമ്മളാ പഠിച്ചതിന് തന്നെ ഒരു ലിമിറ്റഡ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവർ പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. അല്ലെങ്കിൽ തന്നെ നമുക്കും സജഷൻ കൊടുക്കാം. ഇപ്പോൾ ആരെങ്കിലും ഒരു മിഷാപ്പ് ചെയ്യുകയാണ്, ഇങ്ങനെ കോട്ടൺ സോയിലിൽ വളരുന്ന പർട്ടിക്കുലർ ക്രോപ്സ് ഉണ്ട്, അപ്പോൾ അതല്ലാതെ മാറി എന്താ പറയുക വേറെ എന്തെങ്കിലുമൊക്കെ ക്രോപ്പിംഗ് ചെയ്യുന്നവരോട് നമ്മൾ പറയാറുണ്ട് ഇതിവിടെ നടക്കില്ല. ഇതിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ വി ക്യാൻ ഇൻട്രാക്ട് വിത്ത് എവറി അതർ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ അഗ്രികൾച്ചർ ആൾക്കാർ വരികയാണ്, ഇപ്പോൾ എൻ്റെ അടുത്തൊരു മീറ്റിങ്ങിന് വന്നാൽ ദേ ആർ സോ ഹാപ്പി കി ദേ വിൽ ബി നോയിങ് ദാറ്റ് ഓക്കെ മാഡം ഓൾസോ നോ വാട്ട് വി ആർ സേയിങ് എന്നുള്ളത്. അതുപോലെ തന്നെ ഫോറസ്റ്റുകാർ വരുമ്പോഴും അവർ വന്ന് സംസാരിക്കുമ്പോഴും നമുക്ക് ഫോറസ്റ്റിനെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുമല്ലോ. ബിക്കോസ് നമ്മൾ ഈ പറഞ്ഞ പോലെ GS3 ഒക്കെ പഠിച്ചിട്ട് എൻവയോൺമെൻറ്റിന് നന്നായിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എൻ്റെ ജില്ലയിലാണ് മേൽഘാട്ട് ടൈഗർ റിസർവ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഫസ്റ്റ് ടൈഗർ റിസർവ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ ഫോറസ്റ്റുകാരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷം. ദേ ആർ ലൈക്ക് വെരി ഹാപ്പി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വേറൊരു എക്സാമ്പിളാണ് ഹിസ്റ്ററി. ഇപ്പം ഞാൻ വാഷിം എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ പ്രൊബേഷണറായിരുന്നു. വാഷിം എന്ന് പറയുന്നത് വാഗടക ഡൈനാസ്റ്റിയുടെ പഴയ ക്യാപിറ്റലായിരുന്നു, വത്സഗൃഹ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനവിടെ ചെന്ന സമയത്ത് എൻ്റെ സ്റ്റാഫിനോടൊക്കെ എനിക്കറിയാൻ കാര്യം വത്സഗൃഹ നമ്മൾ പഠിച്ചു, വാഗടക ഡൈനാസ്റ്റീനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഒരു സന്തോഷം. ദേ തോട്ട് ഐ ആം ആൻ ഔട്ട്സൈഡർ, പക്ഷേ അവരുടെ ഹിസ്റ്ററി നമുക്കും അറിയാം എന്നറിയുന്നത് അവർക്ക് ഭയങ്കര സന്തോഷവും അഭിമാനമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു UPSCയുടെ സിലബസ് നമ്മൾ തറോ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് അസ് ഇൻ ഇൻട്രാക്ടിങ് വിത്ത് പീപ്പിൾ. നമ്മുടെ ആ ഒരു കളക്റ്റീവ് നോളജ് എന്ന് പറയുന്നത് ആൾക്കാരിൽ നമുക്ക് ഇമ്പ്രഷൻ ഉണ്ടാക്കാനും അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാനും ഒക്കെ വളരെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നോളജ് ഈസ് പവർ. നോളജ് ഇസ് പവർ, അതൊരു നല്ല ബൈലൈനാണ്. നമുക്ക് മിന്നുവിൻ്റെ ഈ ഷോർട്ട് കരിയറിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതെന്തായിരിക്കും പറയാ? സാറ് പറഞ്ഞ പോലെ ഷോർട്ട് കരിയറാണ്, അപ്പോൾ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് സംശയമാണ്. 2-3 ഇൻസിഡൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നെന്ന് പറയുന്നത് ഒരു ക്രോപ്പ് ഇൻഷുറൻസിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു. കാര്യം അവിടെ ഒരു പർട്ടിക്കുലർ കമ്പനി അവരുടെ BT കോട്ടൺ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു കോട്ടൺ ബെൽറ്റാണ്. അപ്പോൾ അവിടെ ഒത്തിരി നമ്മൾ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള പോലെ തന്നെ അൺടൈംലി റെയിൻസ് വരാറുണ്ട്, പെസ്റ്റ് അറ്റാക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ടൻ്റെ ക്രോപ്പ് ഡാമേജ് ഇസ് റിയൽ ഇൻ മഹാരാഷ്ട്ര. അപ്പോൾ ആ സമയത്ത് ഒരു തേർഡ് പാർട്ടി കമ്പനി അവിടെ ക്രോപ്പ് ഇൻഷുറൻസിൻ്റെ സർവേയും ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയത്ത് കുറച്ച് അതിലൊരു അനോമലി കണ്ടു. അവർ എടുക്കുന്ന സ്റ്റോക്ക് ആണെങ്കിലും എടുക്കുന്ന ഒരു സർവേ ആണെങ്കിലും അതത്ര സിൻസിയർ അല്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് ഞാൻ കളക്ടറോട് പോയി റിപ്പോർട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ തുടർ നടപടികളൊക്കെ ഉണ്ടായി. അപ്പം എനിക്ക് തോന്നി ഓക്കെ ഐ കുഡ് ഏബിൾ ടു ഹെൽപ്പ് ഫാർമേഴ്സ് എന്നൊരു സിറ്റുവേഷൻ. ഇതുകൊണ്ട് ഫാർമേഴ്സിന് എങ്ങനെ ബെനിഫിറ്റഡ് ആയ? ബിക്കോസ് ആ ഒരു ഈ പറഞ്ഞ പോലെ സർവേക്കകത്തുള്ള ഒരു അൺപ്രൊഫഷണലിസം കാരണം കുറേയൊക്കെ അവർക്ക് കോമ്പൻസേഷൻ മിസ്സിങ് ഉണ്ടായിരുന്നു.
അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ സബ്ജക്ട് നോളജ് ഇസ് ലൈക്ക് എവറിഥിങ്. കാര്യം നമ്മൾ BT കോട്ടനെയൊക്കെ പറ്റി ഒരുപാട് GS3 വേണ്ടി ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കോട്ടൺ അതിൻ്റെ എന്താ പറയുക ഫുൾ പൊട്ടൻഷ്യലല്ല വളരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ ഞാൻ സാറിനോടും പോയി പറഞ്ഞു, കളക്ടറോടും പോയി പറഞ്ഞു, ഇങ്ങനെ സാർ നമ്മൾ വായിച്ചിട്ടില്ലേ. അപ്പം ഞാൻ സാർക്ക് സാമ്പിളും കൊണ്ടു കൊടുത്തു, കോട്ടൻ്റെ സാമ്പിളും അതിൻ്റെ ഫ്ലവറിൻ്റെ സാമ്പിളൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെയാണോ BT കോട്ടൺ ഇരിക്കേണ്ടത്? അപ്പം എന്തോ സീഡിലെ സ്കാമാണോ അതോ ക്രോപ്പ് ഇൻഷുറൻസിലെ സ്കാമാണോ എന്താണെന്നറിയില്ല. എനിവേ ഐ റിപ്പോർട്ടഡ് ടു കളക്ടർ ആൻഡ് സാർ അതിൻ്റെ ബാക്കി എടുത്തു. അപ്പോൾ അവർക്ക് ഒരു ടൈംലി കോമ്പൻസേഷനൊക്കെ കിട്ടി. അതിനുശേഷം ഇപ്പോഴും അതിൻ്റെ ഫോളോ അപ്പ് നടക്കുന്നുണ്ട് എല്ലാ മാസവും. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് വൺ ഗുഡ് തിങ്. പിന്നെ രണ്ടാമതൊരു കാര്യം, അവിടെ ഒരു ഡാം പ്രോജക്റ്റ് ഉണ്ട്. അത് 2006 മുതൽ ആ ഡാമിൻ്റെ പ്രോജക്റ്റ് പെൻഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രോജക്റ്റാണ്, അതുകൊണ്ട് തന്നെ 7 വില്ലേജസിൻ്റെ റീഹാബിലിറ്റേഷൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഡിസംബർ മുതൽ സാർ എന്നെ അതിൻ്റെ ഒരു കമ്മിറ്റി ചെയർമാനാക്കി, ആ ഡാമിൻ്റെ റീഹാബിലിറ്റേഷനും റീസെറ്റിൽമെൻറ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ കുറേ നാളായിട്ട് സ്റ്റോളായിട്ട് കിടന്ന ഒരു പ്രോസസ്സ് കുറച്ച് സ്പീഡപ്പ് ചെയ്യാൻ, അത് വലിയ കാര്യമില്ല എന്നാലും ചെയ്യേണ്ട ജോലി തന്നെയാണ്, പക്ഷെ അത് കുറച്ചുകൂടെ സ്പീഡ് ചെയ്യാനും കുറച്ചുകൂടെ ആൾക്കാർക്ക് തിരിച്ചൊരു അഡ്മിനിസ്ട്രേഷനിലൊരു കോൺഫിഡൻസ് കൊടുക്കാനും പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ സാർ എവറിഥിങ് ഈസ് റുട്ടീൻ. അങ്ങനെ ഒരു സ്റ്റോൾവാർട്ട് കാര്യം ഞാൻ ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ ചെയ്ത 1-2 പ്രോജക്ട്സ് ഉണ്ടല്ലോ, അതിന്റെ ബെനിഫിഷ്യറി ഒബ്വിയസ്ലി ഫാമേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ റീഹാബിലിറ്റേറ്റഡ് ആയ ആൾക്കാരായിരിക്കും. നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഫീഡ്ബാക്ക് കിട്ടാറുണ്ടോ? ഓർ അവർക്ക് അറിയില്ല ഇതാരാ ചെയ്യുന്നത്, അങ്ങനെയാണോ? സംടൈംസ് യെസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല കാര്യം അബൌട്ട് IAS ഇസ് IAS ഹാസ് എ ഹ്യൂജ് ലെഗസി. കാര്യം നമുക്ക് മുമ്പിരുന്ന നല്ല നല്ല ഓഫീസേഴ്സിൻ്റെ നല്ല പ്രവൃത്തികൾ കാരണം IAS എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഇന്നും നല്ല പേരുണ്ട് ആൾക്കാരുടെ ഇടയിൽ. എസ്പെഷ്യലി ഇതുപോലെ കുറച്ച് ബാക്ക്വേർഡ്, ഇപ്പം മഹാരാഷ്ട്രയുടെ വിദർഭ പോലത്തെയൊക്കെ സ്ഥലങ്ങളിൽ അവർക്കറിയാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഓഫീസേഴ്സ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ IASലോട്ടൊരു ആൾക്കാർക്കൊരു വിശ്വാസമുണ്ട്, നമ്മൾ ന്യൂട്രലാണ്, നമുക്ക് വേറെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ല, നമ്മൾ കുറച്ചുകൂടെയൊക്കെ വർക്കിൽ സിൻസിയറാണ്. എസ്പെഷ്യലി പുതിയ ഓഫീസേഴ്സ് വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഇതാണ്. കാര്യം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പുതിയ ആൾക്കാരാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് വരുന്ന ആൾക്കാരാണെന്നൊക്കെ ആൾക്കാർക്കൊരു ഇതുണ്ട്. അപ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ ചിലർ ഇത് ഓപ്പൺലി എക്സ്പ്രസ് ചെയ്യും, മാഡം വന്നു, ഇനി നമുക്കറിയാം ഇത് നടക്കും എന്നുള്ളത്. പിന്നെ നമ്മളും ഈ പറഞ്ഞ പോലെ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് ആൾക്കാരോട് വളരെ അവരെ കൺവിൻസ് ചെയ്യാനും ഒക്കെ. ഇപ്പം ചില ഇൻസ്റ്റൻസ് ഉണ്ട് ഈ പറഞ്ഞ പോലെ ഇമ്മീഡിയറ്റ് റിസൾട്ടുള്ള. അപ്പം ഒരിക്കൽ ഈ ഗണപതി ഫെസ്റ്റിവലും ഈദും ഒരുമിച്ച് വന്ന ഒരു വീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സെൻസിറ്റീവ് പോക്കറ്റ്സ് ഉണ്ട്. അപ്പം അവിടെ പോസിബിൾ ഒരു ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യത ഉണ്ടായിരുന്ന സ്ഥലങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ പീസ് മീറ്റിംഗ് എടുക്കുമ്പോൾ ഇവർക്കറിയാം ഒരു IAS ഓഫീസറാണ് വരുന്നത്. അപ്പോൾ തന്നെ ആക്ച്വലി പകുതി പ്രോബ്ലം സോൾവ് ആവും. കാര്യം എന്താണെന്ന് വെച്ചാൽ ദേ നോ കി വി ഡോണ്ട് ടേക്ക് സൈഡ്സ്. അപ്പോൾ അവിടുത്തെ ലോക്കൽ തഹസിൽദാർ ഉണ്ടാവും, ലോക്കൽ SA ഉണ്ടാവും, എല്ലാ ഈ പറഞ്ഞ പോലെ ഒരു ഡിസ്ട്രിക്റ്റിൽ താലൂക്ക ലെവൽ അല്ലെങ്കിൽ ഒരു സബ് ലെവലിലുള്ള എല്ലാ ഫങ്ഷണറീസ് ഉണ്ടാവും. പക്ഷേ ദേ നോ ദാറ്റ് ആൻ IAS ഓഫീസർ ഈസ് പ്രിസൈഡിങ് ദ മീറ്റിംഗ്. അപ്പോൾ അവർക്കൊരു സമാധാനം, ഓക്കെ നൗ സിറ്റുവേഷൻ ഇസ് അണ്ടർ കൺട്രോൾ, ആരും ബയസ്ഡ് അല്ല എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ 2-3 പീസ് എന്താ പറയുക കീപ്പിങ്ങിന് പറ്റിയിട്ടുണ്ട്. ദേ നോ ദാറ്റ് ആൻ IAS ഓഫീസർ ഇസ് കമ്മിങ്. കാര്യം ഞാനത് പിന്നീട് വന്ന പ്രൊബേഷണറിൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം പ്രൊബേഷണറും IAS പ്രൊബേഷണറാണ്, അത് കുറച്ചുകൂടെ ക്രെഡിബിളാണ്. കാര്യം പ്രൊബേഷണറാണ്, സിറ്റിംഗ് ഓഫീസർ അല്ല, ട്രെയിനിങ് പീരീഡാണ്. അപ്പോൾ കുറേ കൂടെ ഇമ്പാർഷ്യലും അല്ലെങ്കിൽ കുറേ കൂടെ ജസ്റ്റിസ് ഒക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഇത് ആൾക്കാർക്കുണ്ട്. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിൽ ദേ ഗീവ് ഡയറക്റ്റ് ഫീഡ്ബാക്ക്. ആളുകൾക്ക് അപ്പോൾ ഈ IAS എന്നുള്ളൊരു പോസ്റ്റിനോട് അത്രയും ട്രസ്റ്റ് ഉണ്ട് അല്ലേ? അപ്പം ഇത്രയും ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനോ അങ്ങനെയൊക്കെ വരാറുണ്ടോ? ഓഫ് കോഴ്സ്. സ്പൈഡർമാൻ്റെ ആ മൂവിയിൽ പറഞ്ഞ പോലെ ഗ്രേറ്റ് പവർ കംസ് വിത്ത് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. നമുക്ക് ഇത്രയും പവറും അല്ലെങ്കിൽ ഇത്രയും പൊസിഷനൊക്കെ ഗവൺമെൻറ് തരുമ്പോൾ അത്രയും റെസ്പോൺസിബിലിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ ഏറ്റവും വലിയ ഫിയറും അതാണ്. കാര്യം ഞാൻ ലീവ് എടുക്കാൻ വരെ എനിക്ക് മടിയാണ്. കാര്യം സംടൈംസ് ലീവിന് അപ്ലൈ ചെയ്യുമ്പോൾ
we check all the pros and cons of taking that leave in that particular period of time. കാര്യം നമ്മളൊന്ന് മാറി നിന്നാൽ ഇപ്പം നമുക്ക് ശേഷം പ്രളയം അങ്ങനെ ഒന്നുമില്ല, നമുക്ക് ശേഷം ആരായാലും ഒരിക്കലും നമുക്കിങ്ങനെ ഒരു പോസ്റ്റ് വിട്ടിട്ട് ലീവിൽ വന്ന് നിൽക്കാൻ പറ്റില്ല. വി പ്രോപ്പർലി ഹാൻഡ് ഓവർ ദി ചാർജ്. കാര്യം ഒരു നിമിഷം പോലും ആ ഒരു വിത്തൗട്ട് ചാർജ് നമ്മുടെ ചാർജ് നമ്മൾ വെറുതെ ഇട്ടിട്ട് നമുക്കിങ്ങ് വരാൻ പറ്റില്ല. അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണത്. അപ്പോൾ എപ്പോഴും കളക്ടർ നമ്മളോട് പറയാറുണ്ട്, ഇഫ് യു ആർ ഗോയിങ് ഓൺ ലീവ് properly hand over the charge to someone and then you go, because it's a 24/7 job. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഫിയർ. IAS നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പലരെയും അട്രാക്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഒരു വാലിഡേഷൻ. അതായത് കിട്ടുന്ന റെസ്പെക്ട്, എസ്പെഷ്യലി നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ടാവും, ഡ്രൈവർ ഉണ്ടാവും, കാർ ഉണ്ടാവും, അതിൻ്റെ പെർക്സ് ആസ് ഇൻ ബംഗ്ലോ ഉണ്ടാവും. പക്ഷേ നമുക്ക് സർവീസിൽ കയറി കഴിയുമ്പോൾ ഇതൊക്കെ എത്രത്തോളം മാറ്റർ ചെയ്യുന്നുണ്ട് ശരിക്കും? ഇത് ഡിപ്പെൻഡ്സ് ഓൺ കാഡറും കൂടെയാണ് സർ. എന്ന് വെച്ചാൽ ചിലപ്പോൾ ചില കാഡറുണ്ട്, ഓഫീസേഴ്സിന് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് പെർക്സ് കൊടുക്കുന്ന കാഡേഴ്സ് ഉണ്ട്. അത് അവരുടെ ഇൻഹെറൻറ്റ് സിസ്റ്റമാണ്. ഇപ്പം വരുമ്പോഴേ വലിയ വലിയ വണ്ടി കൊടുക്കുക, ബംഗ്ലോ എടുക്കുക എന്നൊക്കെ ഉള്ളത്. പക്ഷേ മഹാരാഷ്ട്ര പോലുള്ള കാഡർ റിയലി ഹംബിൾസ് യു. നമ്മളൊരു പ്രൊബേഷണറായിട്ട് വരുമ്പോൾ നമുക്ക് അവിടെ സ്റ്റാൻഡ് ബൈ വണ്ടിയൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇറ്റ് ഈസ് അപ് ടു ദ മേഴ്സി ഓഫ് യുവർ കളക്ടർ. ഇപ്പോൾ കളക്ടർ ഡിസൈഡ് ചെയ്യാണ് ഒരു വണ്ടി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ക്യാബിൻ ഇരിക്കാൻ കൊടുക്കണം എന്ന് വിചാരിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ സ്ലോലി നമ്മൾ സർവീസിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പറയുന്ന സോ കോൾഡ് പെർക്സ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ആദ്യമൊക്കെ നല്ല രസമാണ്. യെസ് ഇറ്റ് ഈസ് എ വാലിഡേഷൻ. ഇപ്പം നമുക്ക് ആദ്യം ഒക്കെ നല്ല ഫീൽ ഗുഡ് ഒരു ഇത് തോന്നും. നമുക്ക് ഗൺമാൻ ഉണ്ട്, പറഞ്ഞ പോലെ ഡ്രൈവർ ഉണ്ട്, ഒരുപാട് സ്റ്റാഫ് ഉണ്ടാവും, നല്ല വലിയ വലിയ വീടുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല ഇതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ആസ് എവ്രിതിങ് ഇറ്റ് ഓൾസോ ബിക്കം എ റുട്ടീൻ. നമുക്ക് പിന്നെ എന്താ പറയുക, അങ്ങനെ ഞാനിപ്പോൾ ഒരു 6 മാസം മുമ്പ് എൻ്റെ ഗൺമാനോട് പറഞ്ഞു, ഇങ്ങനെ എപ്പോഴും സല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ നോ ലൈക്ക് വി ബിക്കേം ലൈക്ക് എ ഫാമിലി. നമ്മുടെ സ്റ്റാഫും നമ്മുടെ ഫാമിലി പോലെ ആകും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ എണീറ്റ് ചാടി എണീക്കുക അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല പറയാം. എനിക്കൊന്ന് വി ഗെറ്റ് യൂസ്ഡ് ടു ഇറ്റ്. ആദ്യമൊക്കെ നല്ലൊരു ഇതുണ്ടാവും. പിന്നെ പക്ഷേ സർ, എനിക്ക് വാലിഡേഷനെക്കാട്ടിലും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, വി ഫീൽ വെരി സെക്യൂർ ഇൻ ജോബ്. ഇപ്പം എനിക്കറിയില്ല പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് തിരിച്ച് അമരാവതിയുടെ ബൗണ്ടറി എത്തുമ്പോൾ, ഇപ്പം ഞാൻ നാഗ്പൂരിൽ നിന്ന് എൻ്റെ സബ് ഡിവിഷൻ വാർധ നദി കഴിഞ്ഞിട്ടാണ്. വാർധ നദിയാണ് എൻ്റെ സബ് ഡിവിഷൻ്റെ ബൗണ്ടറി. അപ്പോൾ വാർധ ക്രോസ് ചെയ്യണത് ഐ ഫീൽ സോ സെക്യൂർ. ഐ ഫീൽ ലൈക്ക് ഐ ആം ഹോം എന്ന് തോന്നും, ബിക്കോസ് ഓഫ് ഓൾ ദി സപ്പോർട്ടിങ് സിസ്റ്റം വി ഹാവ്. സോ അങ്ങനെയാണെങ്കിൽ ബിന്നു IAS പെൺകുട്ടികൾക്ക് ഒരു നല്ല ജോബ് അല്ലെങ്കിൽ നല്ല കരിയർ ആയിട്ട് റെക്കമെൻഡ് ചെയ്യുമോ? യെസ് സർ, ഡെഫിനറ്റ്ലി ഐ വിൽ റെക്കമെൻഡ് ഇറ്റ് ഫോർ ഗേൾസ് ആൻഡ് വിമൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ വി ആർ ഓൾവേസ് സെക്യൂർഡ്. നമ്മൾ ഭയങ്കര ഒരു സെക്യൂർ എൻവയോൺമെൻറ്റിലാണ്. പിന്നെ പൊതുവെ എങ്ങനെയാണല്ലോ, വെൻ പീപ്പിൾ ആർ ഇൻ പവർ, അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് അപ്രോച്ച് ചെയ്യുന്ന തന്നെ ആൾക്കാർക്ക് പേടിയുണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലത് ഒരു വുമന് ഏറ്റവും നല്ല ജോബാണ് IAS. ബാക്കിയുള്ളിടത്ത് സെക്യൂരിറ്റി ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ബട്ട് ദിസ് ഹാസ് എൻ ആഡഡ് തിങ്. ഇപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സർ, അമരാവതിയിൽ എനിക്ക് തോന്നുന്നു ഒരു കളക്ടർ മീറ്റിങ്ങിൽ, റവന്യൂ ഓഫീസേഴ്സിൻ്റെ മീറ്റിങ്ങിൽ ഞാനാണ് ഒരേ ഒരു വുമൻ. അതിനകത്ത് വേറെ സ്ത്രീകളേ ഇല്ല, വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ ഒരു മാക്സിമം 5 people. അതല്ലാതെ ഇപ്പം ഇടയ്ക്കൊരു ഇൻ്റർ സ്റ്റേറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇലക്ഷൻ്റെ സമയത്ത്. ഐ വാസ് ദ ഓൺലി വുമൻ. അങ്ങനത്തെ ഇൻസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. കാര്യം ഇപ്പം മാറി വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും സാറിന് മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ നമ്മളൊരു ഇതിൽ വരുമ്പോൾ വിമൻ ആർ എ മൈനോറിറ്റി. ആ സമയത്ത് ഐ ഫീൽ സോ സെക്യൂർ. എനിക്ക് അങ്ങനെ ഒരു ഇതും തോന്നിയിട്ടില്ല. കാര്യം നമ്മുടെ കൂടെയുള്ള കൊളീഗ്സ് ആണെങ്കിലും നമ്മുടെ തന്നെ സ്റ്റാഫ് ആണെങ്കിലും ദേ ഓൾവേസ് മേക്ക് എസ് സോ കംഫർട്ടബിൾ. നമുക്കെതിരെ അങ്ങനെ ഞാൻ പണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാനൊരു ലേമാൻ ആയിരുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ പോകുന്നൊക്കെ സമയത്ത് ഇങ്ങനെ ആൾക്കാർ നമ്മൾ നോക്കുക അല്ലെങ്കിൽ കമൻ്റ് അടിക്കുക അങ്ങനെയൊക്കെ ഉണ്ട്. ഇതെന്ന് വെച്ചാൽ പീപ്പിൾ വോണ്ട് ഈവൻ ഡെയർ ടു ലുക്ക് അറ്റ് യു എന്നുള്ളൊരിതുണ്ട്. ഇപ്പോഴൊന്നും അങ്ങനെ ആരും എന്താ പറയുക, നമ്മളെ കാണുമ്പോൾ തന്നെ ദേ ആക്ച്വലി ലുക്ക് അവേ എന്നുള്ളൊരിതാണ്. പിന്നെ ഇതിനകത്തൊരു വേറൊരു ഫാക്ടർ വുമൻ ഇൻ IAS എന്നുള്ളൊരു കാര്യം, ഈ ഒരു സെഞ്ച്വറിയിലും പീപ്പിൾ ആർ സ്റ്റിൽ ഫൈൻഡിങ് ഇറ്റ് വെരി ഹാർഡ് ടു ബിലീവ് ദാറ്റ് വുമൻ ആർ ഇൻ പവർ. അങ്ങനെയുണ്ട്, അതും ഇതിനകത്തുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനിപ്പം ഓഫീസിലിരിക്കുന്ന സമയത്ത്
ചില ആൾക്കാർ കാണാൻ വരാറുണ്ട്. അപ്പോൾ SDMനെയാണ് കാണാൻ വരുന്നത്. അപ്പോൾ അവർക്കൊരു നാച്ചുറലി ഉള്ളിലൊരു ഇതുണ്ടാവും, SDM വിൽ ബി എ മാൻ എന്നുള്ളത്. ഇങ്ങനെ ഡോറ് തുറന്ന് അകത്ത് വരുമ്പോഴായിരിക്കും ദേ സീ മൈ ഫേസ് ആൻഡ് ദേ വിൽ ബി, അപ്പോൾ അവരുടെ മുഖത്തുള്ള ഒരു സ്റ്റാർട്ടിൽമെൻറ്റ് ഞാൻ കാണാറുണ്ട്. എന്ന് വെച്ചാൽ ഓ ഇറ്റ്സ് എ വുമൻ, ഞാനൊരു സ്ത്രീയോടാണോ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളൊരിത്. പക്ഷേ ഞാൻ പിന്നെ അത് കാര്യമാക്കാറില്ല. കാര്യം ഞാൻ അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള കൂടെ ഒരാളാണ്. പക്ഷേ ഐ ഓൾസോ ട്രൈ ടു, അതും ഈ പറഞ്ഞ പോലെ അവരുടെ കുറ്റമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു സോഷ്യൽ കൾച്ചറൽ ഒരിതിൽ സ്ത്രീകൾക്ക് അവർ പ്രാധാന്യം കൊടുക്കാറില്ല, അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ അവരോട് ഈ പറഞ്ഞ പോലെ നമ്മുടെ വിമൻ എംപവർമെൻ്റ് ഒന്നും കാണിച്ചിട്ടും കഥയില്ല, അവരത് നേരെ നെഗറ്റീവായിട്ട് എടുക്കുള്ളൂ. അപ്പോൾ എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ആൾക്കാരോട് വളരെ എന്താ പറയുക പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കാറുമുണ്ട്. ഇങ്ങനെ നമ്മൾ ഇത്രയും നേരം ദ ബ്രൈറ്റ് സൈഡ് ഓഫ് IAS അതിനെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഏതൊരു ജോലി പോലെയും IASന് സിവിൽ സർവീസസിന് അതിൻ്റേതായ ചാലഞ്ചസ് കാണും. മിന്നു ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും മേജർ ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ കാര്യം സർ, ഇതിനകത്ത് ഇപ്പം ഒരാളുടെ ലൈഫ് നമ്മളൊരു 4 വീൽസിൽ കൂടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ വി ഹാവ് എ പേഴ്സണൽ സൈഡ്, പ്രൊഫഷണൽ സൈഡ്, സ്പിരിച്വൽ സൈഡ് ആൻഡ് എ സോഷ്യൽ സൈഡ്, അങ്ങനെ അവർ ഇതിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഈ 4 റിയാലത്തിലും ചലഞ്ച് ഉണ്ട്. അപ്പം ഇഫ് ഐ സ്റ്റാർട്ട് ഫ്രം പേഴ്സണൽ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മീ ടൈം എന്ന് പറയുന്നത് ഉണ്ടാവില്ല, അത് വളരെ കുറവാണ്. ചിലപ്പോൾ ഉണ്ടാവുന്ന ഓഫീസസ് ഉണ്ടാവും കേട്ടോ, പക്ഷേ ഞാൻ ഈ ഒരു ബിഗിനർ എന്ന നിലയിൽ സർവീസിൽ ഐ ഫൈൻഡ് ഇറ്റ് വെരി ഹാർഡ് ടു ഹാവ് എ ടൈം ഓഫ് മൈ ഓൺ. ഇപ്പം പണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും കുറച്ചൊക്കെ ഇങ്ങനെ ഒക്കെ നടക്കാനും ഒക്കെ കുറച്ചൊക്കെ സമയമൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ പഴയതുപോലെ, ഇതും എക്സ്ക്ലൂസീവ്ലി ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്കിങ്ങനെ പുറത്തിറങ്ങി അങ്ങനെ നടക്കുന്നതൊന്നും ഇപ്പോൾ ഇഷ്ടമല്ലാണ്ടായി. അതൊരു ചലഞ്ചാണോ എന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ ഇങ്ങനെ ചുമ്മാ റോം അറൗണ്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിങ് ആണെങ്കിലും നമ്മുടെ ഒരു ഇൻട്രാക്ഷൻ ആണെങ്കിലും നമ്മൾ സംസാരിക്കുന്നതാണെങ്കിലും വി ഹാവ് ടു റിയലി ബി കോഷ്യസ്. കാര്യം ഒരു പേഴ്സണൽ ടൈമിലാണെങ്കിൽ പോലും വി ഹാവ് ടു ബി വെരി കോഷ്യസ് നമ്മളൊരു ഓഫീസറാണ് എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒക്കെ സമയത്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും തോന്നിയ ദിവസം പറഞ്ഞിട്ട് അത് ആരെങ്കിലും ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോ ഒക്കെ ഇട്ടാൽ ഇറ്റ് വിൽ ബിക്കം എ ബിഗ് കോൺട്രവേഴ്സി. സോ ഐ ബിക്കം എ ലിറ്റിൽ ബിറ്റ് കോഷ്യസ് ആഫ്റ്റർ കമ്മിങ്. അതൊരു ചലഞ്ചാണോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഐ ഫൈൻഡ് ഇറ്റ് വെരി ചലഞ്ചിങ്. കാര്യം എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് ഐ എം തിങ്കിങ് ഐ എം റെസ്ട്രിക്റ്റിംഗ് മൈസെൽഫ് എ ലോട്ട്. ഒരു മീ ടൈമിൻ്റെ ഒരു ഇതുണ്ട് അതിനകത്ത്. പിന്നെ പ്രൊഫഷണലി പറയുകയാണെങ്കിൽ സർ, ദർ ഇസ് ഹ്യൂജ് പ്രഷർ. കാര്യം പെർഫോമൻസ് പ്രഷർ ഇസ് സോ റിയൽ. ഏതൊരു എന്താ പറയുക ജോബ് പോലെ തന്നെ IASനകത്തും പെർഫോമൻസ് പ്രഷർ ഉണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി വെരി ചലഞ്ചിങ് ഓൾസോ. കാര്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കോമ്പറ്റീഷൻ എന്ന് അതിനെ പറയാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ഒരു നമ്മളെങ്ങനെയാണ് അതിന് ആസ് എൻ ഓഫീസർ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് വി ആർ അണ്ടർ കോൺസ്റ്റൻറ്റ് സ്ക്രൂട്ടിനി ഫ്രം ചീഫ് സെക്രട്ടറി ലെവൽ അല്ലെങ്കിൽ ഫ്രം CM ലെവൽ. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും വി ഹാവ് ടു ബി വെരി വെരി മെറ്റിക്കുലസ്. കാര്യം IAS കംസ് വിത്ത് ദാറ്റ് പെർഫോമൻസ് ബേർഡൻ. എന്ന് വെച്ചാൽ നമ്മളൊരു IAS ഓഫീസറായിട്ട് പോയി ഇരുന്നിട്ട് മീഡിയോക്കർ ലെവലിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. വി ആർ എക്സ്പെക്റ്റഡ് ടു ബി വെരി എഫിഷ്യൻറ്റ്. വി ആർ എക്സ്പെക്റ്റഡ് ടു ബി വെരി എന്താ പറയുക, ആൾക്കാർക്ക് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, അത് നമ്മൾ എന്തായാലും ഫുൾഫിൽ ചെയ്തേ പറ്റുള്ളൂ. അത് ആക്ച്വലി ചലഞ്ചിങ് ആണ്. കാര്യം എന്നും അങ്ങനെ ഭയങ്കര എഫിഷ്യൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര ഡൗട്ട്ഫുള്ളാണ്. അപ്പം ഞാൻ ചിലപ്പോൾ സമയത്ത് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്, ആം ഐ റിയലി എലിജിബിൾ ഫോർ ദിസ്? കാര്യം ഇങ്ങനെ ആൾക്കാരുടെ എക്സ്പെക്റ്റേഷനൊക്കെ ഒത്തുയരാൻ എനിക്ക്, ആൾക്കാരുടെ എന്ന് മാത്രമല്ല നമ്മുടെ സീനിയേഴ്സിൻ്റെ, നമ്മുടെ സബോർഡിനേറ്റ്സിൻ്റെ, നമ്മുടെ പൊളിറ്റീഷ്യൻസിൻ്റെ, മീഡിയയുടെ ഒക്കെ ഒരു എക്സ്പെക്റ്റേഷനിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇറ്റ്സ് വെരി ചലഞ്ചിങ്. ആൻഡ് സോഷ്യലി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സോഷ്യൽ സർക്കിൾ ബിക്കം വെരി വെരി സ്മോൾ, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ചില സമയത്ത്. ഇപ്പോൾ താങ്ക്ഫുള്ളി അമരാവതി ഈസ് എ വെരി സോഷ്യലി വൈബ്രൻറ്റ് പ്ലേസ്. നമ്മുടെ കളക്ടറാണെങ്കിലും SP സാറാണെങ്കിലും ബാക്കി അവിടെ താങ്ക്ഫുള്ളി ഒരു ആർമിയുടെ NCC ബ്രിഗേഡ് ഉണ്ട്, അവിടെ ബ്രിഗേഡിയർ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഓഫീഷ്യൽസ് ഉണ്ട്. ഇതല്ലാതെ ഒരു പുറത്തൊരു സർക്കിൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട്. ആൻഡ് എഗെയിൻ സ്പിരിച്വലി നോക്കുകയാണെങ്കിലും പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ ഉള്ള മെയിൻലി ഐ തിങ്ക് ടു സമ്മറൈസ് ദ ചലഞ്ചസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടൈം കൺസ്ട്രെയിനും പിന്നെ ഈ പറഞ്ഞ പോലെ പെർഫോമൻസ് പ്രഷറും. ഇതായിരിക്കും വെരി ചലഞ്ച്. പിന്നെ ആസ് എൻ ഔട്ട്സൈഡർ ടു മഹാരാഷ്ട്ര കേഡർ ലാംഗ്വേജ് ഈസ് ഓൾസോ എ ചലഞ്ച്. നമ്മളൊരു സ്ഥലത്ത് ചെന്നിട്ട് അവിടുത്തെ ലാംഗ്വേജ് പഠിക്കുക, കൾച്ചർ പഠിക്കുക, ദാറ്റ് ഈസ് ഓൾസോ എ ബിറ്റ് ചലഞ്ചിങ്. നമ്മളിപ്പോൾ
IAS കുറിച്ചും മഹാരാഷ്ട്രയിലെ നമ്മുടെ വർക്ക് പ്രൊഫൈലിനെ കുറിച്ചും കുറച്ച് സംസാരിച്ചു. പക്ഷേ ഇത് കാണുന്ന ഒത്തിരി പേര് ആസ്പിറൻസ് ആണ്. അപ്പോൾ മിന്നു ഇത് എങ്ങനെയാണ് ക്ലിയർ ചെയ്തത്? റൈറ്റ്, എസ്പെഷ്യലി ഒരു അമ്മയായിരുന്നു. അപ്പോൾ മോൻ്റെ കാര്യത്തോടൊപ്പം വീട്ടിലെ കാര്യങ്ങൾക്കൊപ്പം IAS പഠിക്കണം. അപ്പോൾ ദാറ്റ് വാസ് ഡെഫിനറ്റ്ലി മോർ ചാലഞ്ചിങ്. അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ്? അതൊന്ന് റീകോൾ ചെയ്തെടുക്കാമോ? എനിക്കറിയാം കുറേ വർഷമായി. ആക്ച്വലി യെസ്, ഞാൻ 5 yearsഉം 6 attemptsഉം എടുത്ത ആളാണ്. അപ്പം ഇറ്റ് വാസ് വെരി വെരി ഡിഫിക്കൽട്ട് ആ ഒരു സമയത്ത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇറ്റ് സീംസ് വെരി അൺബിലീവബിൾ ഓൾസോ. പിന്നെ സാർ സൂചിപ്പിച്ചതുപോലെ ഐ വാസ് എ മദർ, ഐ വാസ് വർക്കിംഗ് ഓൾസോ. പക്ഷേ താങ്ക്ഫുള്ളി ഇതിനകത്ത് ഒരു സൈലൻറ്റ് ഇൻവിസിബിൾ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ ഒരു വലിയ ഹെൽപ്പോടുകൂടെ തന്നെയാണ് ഞാൻ പഠിച്ചതും. കാര്യം എൻ്റെ മോനെ പറ്റി ഞാൻ മുമ്പ് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ടച്ച് വുഡ് ഇത്രയും നല്ലൊരു കുട്ടിയെ ദൈവം എനിക്ക് തന്നത് കൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റിയത്. കാര്യം ഇന്നും ഇപ്പം ഞാൻ രാവിലെ സാറിനെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പോയിട്ട് വാ എന്നാണ് പറഞ്ഞത്. അല്ലാതെ അമ്മ വീട്ടിൽ നിൽക്ക്, ഇന്ന് എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക, അങ്ങനെ ഒരു നിർബന്ധവും വാശിയില്ലാത്തൊരു കുട്ടിയാണ്. സോ ദാറ്റ് പാർട്ട് വാസ് വെരി വെരി ഈസി ഫോർ മീ. ചില കുട്ടികളെ പോലെ നിർബന്ധം, വാശി, ഇത് പറയുമ്പോൾ ഒരു ചെറിയ കാര്യമാണ്, പക്ഷെ എന്നെ സംബന്ധിച്ച് ഇറ്റ് വാസ് എ ഹ്യൂജ് തിങ്. എൻ്റെ അടുത്ത് പല ഈ പറഞ്ഞ പോലെ അമ്മമാരും അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ തന്നെയുള്ള ബാക്കി കുട്ടികൾക്കൊന്നും ഒരു കരിയറും പേഴ്സ്യൂ ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ മക്കളാണ്. കാര്യം നമ്മുടെ മക്കളാണ്, എന്നാലും ഭയങ്കര ശല്യമായിരിക്കും, ഭയങ്കര ഐ എം വെരി സോറി, അങ്ങനെയല്ല, ഇങ്ങനെ ചില കുട്ടികളെ നമുക്ക് ഭയങ്കര പാടായിരിക്കും വളർത്താനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർ എങ്ങനെയാണ് കരിയർ പേഴ്സ്യൂ ചെയ്യുന്നതെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. സെക്കൻഡ് തിങ് ഈസ് അവർ ലിവിങ് പാർട്ട്ണർ ഓൾസോ. നമ്മുടെ ഭർത്താവ് ഭാര്യ അണ്ടർസ്റ്റാൻഡിങ് അല്ല എന്നുണ്ടെങ്കിൽ നശിച്ചു നമ്മുടെ ജീവിതം. നമ്മളെ എത്ര എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം താങ്ക്ഫുള്ളി അഗെയിൻ എൻ്റെ ഹസ്ബൻഡും വാസ് വെരി അണ്ടർസ്റ്റാൻഡിങ്. എന്നെക്കാട്ടിലും ഉപരി എനിക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവണം, എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളാണ്. കാര്യം പ്രത്യേകിച്ച് നമ്മളൊരു ടോക്സിക് ഒരു സൊസൈറ്റിയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദീസ് 2 things മാറ്റേഴ്സ്. എഗെയിൻ ഇൻലോസ്. ഇപ്പോൾ എൻ്റെ ഇൻലോസ് ഇല്ലാതെ എനിക്കിത് ചെയ്യാൻ പറ്റില്ല. കാര്യം എൻ്റെ മോനെ കംപ്ലീറ്റ്ലി നോക്കിയത് അവരാണ്. അപ്പോൾ അവർ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊക്കെ നമ്മൾ ഒബ്വിയസ്ലി ഒരു വീടാകുമ്പോൾ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാവും, പ്രശ്നമുണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്നാലും ഒരു ഓൾ ടുഗെദർ നമ്മൾ നോക്കുമ്പം എല്ലാ ദിവസവും അവന് ആഹാരം ഉണ്ടാക്കി കൊടുക്കാനും അവനെ കുളിപ്പിക്കാനും ഒക്കെ അവരാണ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. സോ ഇതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതല്ലാതെ ഐ തിങ്ക് പേഴ്സണലി ഐ ബിലീവ് ഞാൻ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സാർ. എന്ന് വെച്ചാൽ എനിക്ക് എല്ലാ കാര്യവും ഞാൻ ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഇന്നും അതെ, ഇപ്പോഴും അതെ. എനിക്ക് രാവിലെ എനിക്ക് ചെറിയൊരു ചിട്ട ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് അത് അങ്ങനെ ഉണ്ടെങ്കിലേ ഞാനുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കിങ്ങനെ റാൻഡമായിട്ട് ഒരു ദിവസം എടുത്തിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോവാം, അങ്ങനെയല്ല. ഐ പ്ലാൻ എ വീക്ക്, ഐ പ്ലാൻ എ മന്ത്, അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് എ ബിറ്റ് ഈസി ഫോർ മീ. കാര്യം ദിസ് ഡിസിപ്ലിൻ ഹാബിറ്റ് ഹെൽപ്പ് മീ എ ലോട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഐ ഡെഫിനറ്റ്ലി വർക്ക് ഹാർഡ്. ലൈക്ക് ഒരുപാട് ഇപ്പം എല്ലാവരും പറയും സ്മാർട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ. അന്ന് സ്മാർട്ട് വർക്കിൻ്റെ കോൺസെപ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ കുറേ ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈം മാനേജ്മെൻറ്റ്, അതും ഒരു വലിയ ഫാക്ടറാണ്. കാര്യം ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ശരിക്കും ടൈം മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം ഞാൻ രാവിലെ ഒരു ലൈബ്രറിയിൽ പോവുക, പിന്നെ ജോലിക്ക് പോവുക, തിരിച്ച് വീണ്ടും വന്നാൽ ലൈബ്രറി ഇരിക്കുക. അപ്പോൾ അങ്ങനെ അതൊരു ടൈം മാനേജ്മെൻറ്റിൽ സാധിച്ചൊരു കാര്യമാണെന്നും തോന്നിയിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനും ഉപരി ഈ പറഞ്ഞ പോലെ ഇത് കിട്ടണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ, മാനിഫെസ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്നിരുന്ന് എൻ്റെ ഇൻ്റർവ്യൂ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, പ്രിലിംസ് പോലും കിട്ടാത്ത കാലത്ത്. അപ്പോൾ എനിക്കൊന്ന് മാനിഫെസ്റ്റേഷൻ ഓൾസോ മാറ്റേഴ്സ്. സോ അങ്ങനെ കുറച്ച് കമ്പൈൻഡ് കാര്യങ്ങൾ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഐ തിങ്ക്. പക്ഷേ ഇതിൽ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി വേണമായിരുന്നു, അതെനിക്കില്ലായിരുന്നു. ദാറ്റ് വാസ് കോൺഫിഡൻസ്. അത് ഞാൻ വളരെ വൈകിയാണ് റിയലൈസ് ചെയ്തൊരു കാര്യം. ഏതൊരു ആസ്പിറൻറ്റിനും ഐ ബിലീവ് ഫസ്റ്റ് തിങ് വി നീഡ് വാസ് കോൺഫിഡൻസ്. കാര്യം ഞാൻ പിന്നെ മുസൂറിയിൽ ചെന്ന് എൻ്റെ ബാക്കി ബാച്ച്മേറ്റ്സിനെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കില്ലാത്തതും ബാക്കി എല്ലാവർക്കും ഉള്ളതുമായിട്ടുള്ളൊരു സാധനമാണ് അമേസിങ് ലെവൽ ഓഫ് കോൺഫിഡൻസ്. മിന്നു ജോലിയോടൊപ്പം സിവിൽ സർവീസ് നേടിയ ഒരാളാണ്. എനിക്ക് തോന്നുന്നു പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു ക്ലർക്കായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് കൂടെ വർക്കിലെ റെസ്പോൺസിബിലിറ്റീസ്,
ഇതിനെല്ലാത്തിനും ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ക്രൂഷ്യലാണ്. നമ്മളിപ്പോൾ ഒന്ന് ബ്രീഫ്ലി ടച്ചപ്പ് ചെയ്തു, റൈറ്റ്? എങ്ങനെയായിരുന്നു നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി? സർ ആക്ച്വലി ഇതിനകത്ത് ഒരു ലോങ് പ്രിപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് ഫേസസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ തുടങ്ങിയ സമയത്ത് ഒരു 3 months ലീവ് എടുത്തു. ഇതെനിക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് പേഴ്സണൽ ലീവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ CL പോലെയൊക്കെ. അപ്പോൾ അതെടുത്ത് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ മേ ബി ഐ ക്യാൻ ഡു ദിസ് എന്നുള്ളൊരിതുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഞാൻ തിരിച്ച് റീജോയിൻ ചെയ്തു. ബട്ട് അടുത്ത വർഷം എനിക്ക് പ്രിലിംസ് കിട്ടി. പ്രിലിംസ് കിട്ടിയപ്പോൾ വീണ്ടും ഞാൻ മെയിൻസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കുറച്ച് ലീവ് എടുത്തു. അടുത്ത തവണ വീണ്ടും പ്രിലിംസ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ തിരിച്ച് ജോയിൻ ബാക്ക് ചെയ്തു. പിന്നെ ഇതാണ് എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ കിട്ടുമ്പോൾ ലീവ് എടുക്കും, തോക്കുമ്പോൾ തിരിച്ച് റീജോയിൻ ചെയ്യും, അങ്ങനെയാണ്. അപ്പം ഞാൻ മൊത്തത്തിൽ എൻ്റെ ഒരു സ്ട്രാറ്റജി അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന ദിവസങ്ങളിൽ ഐ ഫൗണ്ട് എ ലൈബ്രറി. അപ്പോൾ ഞാൻ ലൈബ്രറിയിൽ പോയിട്ട് രാവിലെ ഒരു 7 o'clock ഒക്കെ ആകുമ്പോൾ ലൈബ്രറിയിൽ എത്തും. 7:30 to 9:30 ഞാൻ വായിക്കും. എന്നിട്ട് 9:30 ഐ ഗോ ടു ഓഫീസ്. കാര്യം നമുക്ക് ബയോമെട്രിക് പഞ്ചിങ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ 9:45 ഐ റീച്ച് ഓഫീസ്. കാര്യം ഞാനിവിടെ സാർ പറഞ്ഞ പോലെ ഞാൻ പോലീസ് ഹെഡ്ക്വാർട്ടറിലാണ്. അപ്പോൾ ഞാൻ അടുത്ത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ തിരിച്ച് 5:30 വരെയാണ് ഓഫീസ് ടൈം. 5:30 ഐ പഞ്ച് ഔട്ട്. എന്നിട്ട് ഞാൻ തിരിച്ച് വന്നിട്ടൊരു 6 to 8:30 വീണ്ടും വായിക്കും. ഇറ്റ് വാസ് വെരി ടയറിങ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത് കിട്ടണം എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് ലൈക്ക് എനിക്കത് ഭയങ്കര ഒരു ഹാർഡ് വർക്കായിട്ട് തോന്നിയിട്ടില്ല. ഇൻഫാക്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങൾ അതായിരുന്നു. കാര്യം ഐ ഫീൽ സോ ഫുൾഫിൽഡ് ഇൻ മൈ ലൈഫ്. കാര്യം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ആ സമയത്ത്. പക്ഷെ വർക്ക് ചെയ്യാത്ത സമയമാണെങ്കിൽ ഐ സ്റ്റാർട്ട് അറൗണ്ട് 9:30 ഓൺലി. ഞാൻ കുറച്ച് ലേസിയാണ് ഇതിനകത്ത്. കാര്യം ലീവ് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഐ ടേക്ക് മൈ ഓൺ സ്വീറ്റ് ടൈം. ഒരു 9:30 മുതൽ 7:30 8:30 വരെയൊക്കെ പഠിക്കുമായിരുന്നു. ഇതായിരുന്നു എൻ്റെ ടൈം മാനേജ്മെൻറ്റ്. പിന്നെ മേ ബി ഇതുകൊണ്ടായിരിക്കും ഞാനൊരു 6 അറ്റംപ്റ്റ് എടുത്തതും. കാര്യം എപ്പോഴൊക്കെ എനിക്ക് ബോറടിക്കും അപ്പോഴെല്ലാം ഞാൻ നിർത്തും. എപ്പോഴെങ്കിലും എനിക്ക് ഓവർവെമ്മിങ് ആയിട്ട് തോന്നിയാൽ അപ്പോഴും ഞാൻ നിർത്തും. ഐ ടേക്ക് മൈ ഓൺ ഫെയർ ഷെയർ ഓഫ് സ്വീറ്റ് ലിറ്റിൽ ടൈം ടു റിലാക്സ്, എൻജോയ് ഒക്കെ അങ്ങനെ ചെയ്തത്. കാര്യം ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞൊരു ഇതെനിക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മിന്നുവിന് കോൺഫിഡൻസ് ലെവൽ കുറച്ച് കുറവായിരുന്നു. പക്ഷേ എന്നാൽ വീണ്ടും ഇത്രയും നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് എനിക്ക് വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അപ്പം എങ്ങനെ ഇത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയേ? കാരണം ഒരു സൈഡിൽ നമുക്ക് നമ്മളിൽ തന്നെ കോൺഫിഡൻസ് ഇല്ല, പക്ഷെ മറ്റേ സൈഡിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒത്തിരി സാക്രിഫൈസസ് എടുത്താണ് നമ്മൾ ഈ പ്രോസസ്സിൽ കൂടെ പോകുന്നത്. അതെങ്ങനെ സസ്റ്റെയിൻ ചെയ്തു? അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ ചുറ്റും നിന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇൻക്ലൂഡിങ് ഫോർച്യൂണിലുള്ള ആൾക്കാർ. കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 2017 ഇൻ്റർവ്യൂ ഐ ലോസ്റ്റ്. അപ്പോൾ 2018 പ്രിലിംസിന് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മുനിദർശൻ സാറിനെ കാണാൻ വന്നു. അപ്പോൾ സാർ എനിക്ക് അന്ന് ഫോർച്യൂണിൻ്റെ 48 ടെസ്റ്റ് ഇൻക്ലൂഡിങ് ആയിട്ടുള്ള അതിൽ 5 ഫുൾ ടെസ്റ്റും ഉണ്ടായിരുന്നു. ഇത് മൊത്തം എനിക്കത് ഇത്ര വലിയൊരു ബണ്ടിലായിരുന്നു. സാർ എനിക്ക് ഇത് എത്ര എടുത്ത് തന്നു ഫ്രീ ആയിട്ട്. അപ്പോൾ ഞാൻ സാറിനോട് ഇങ്ങനെ ചോദിച്ചു, സാർ ഹൗ മച്ച് ഐ വോണ്ട് ടു പേ? അപ്പോൾ സാർ പറഞ്ഞു ഇല്ല നീ പേ ചെയ്യണ്ട, നിൻ്റെ റിസൾട്ട് വരുമ്പോൾ അത് നമ്മൾ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഐ ഫൈൻഡ് ഇറ്റ് വെരി വെരി സർപ്രൈസിങ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ ആലോചിച്ചു ഈ സാർ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ബിക്കോസ് സാറ് വിചാരിക്കുന്നത് വൺ ഡേ ഐ വിൽ ക്ലിയർ എന്നാണ്. അല്ലെങ്കിൽ സാർ എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഇങ്ങനെ നീ ക്ലിയർ ചെയ്യും. അത് മുൻദർശൻ സാർ മാത്രമല്ല, വേറെ കുറച്ച് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇവർക്ക് എന്തോ എൻ്റെ കാര്യത്തിലൊരു അസാമാന്യമായ ഒരു അഷ്വറൻസ് ഉണ്ട് ദാറ്റ് യു വിൽ ക്ലിയർ സം ഡേ എന്നുള്ളത്. അപ്പോൾ അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം ഞാൻ എപ്പോഴായിരിക്കും ഞാൻ തോറ്റ് തുന്നം പാടി എനിക്ക് എല്ലാ ഹോപ്പും ലോസ്റ്റ് ആയിട്ടുള്ള സമയങ്ങളിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാരാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ എന്നെ പറയും കിട്ടും എന്ന് പറയും. അപ്പോൾ സംവെയർ നമ്മുടെ ഉള്ളിൽ അതൊരു എന്താ പറയുക, അതൊരു സ്പാർക്കാണ്. എനിക്കിന്നും സാറിനോടുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഇതുപോലെ ഒരു ആസ്പിറൻറ്റ് ഇങ്ങനെ ആകെ ഗതിയില്ലാതെ നിൽക്കുന്ന സമയത്ത് ദാറ്റ് മീൻസ് ആക്ച്വലി എ ലോട്ട്. യു ഷുഡ് ടെൽ ദം കി യു വിൽ ക്ലിയർ വൺ ഡേ, ഓക്കെ യു വിൽ ഡെഫിനറ്റ്ലി മേക്ക് ഇറ്റ് എന്ന് പറയണം. കാര്യം അത് എങ്ങനെയെങ്കിലുമൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യും. കാര്യം നമ്മുടെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റമാണ് ആക്ച്വലി നമുക്ക്. കാര്യം എനിക്ക് തോന്നുന്നു സാർ നമ്മൾ കൊച്ചിലെ ഇങ്ങനെ എക്സ്റ്റേണൽ വാലിഡേഷനിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. ചെറുതിലെ നമ്മുടെ ഒരു സൊസൈറ്റിയൽ കോൺസ്ട്രക്റ്റ് അങ്ങനെയല്ലേ എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ ആരെങ്കിലുമൊക്കെ നമ്മളോട് പറയണം നീ കിടിലമാണെന്ന്, അല്ലാതെ നമ്മൾ സ്വയം വിചാരിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ
അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കായിട്ടൊരു കോൺഫിഡൻസ് സെൽഫായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഇതുപോലെ PHQവിൽ ലാസ്റ്റ് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നപ്പോൾ ഞാൻ അന്നത്തെ DGP ആയിട്ടുള്ള ലോക്നാഥ് ബെഹ്റ സാറിനെ പോയി കണ്ടു. അപ്പോൾ ഞാൻ സാറിനോട് ഇങ്ങനെ എൻ്റെ കൺസേൺ പറയണം, സാർ ഐ എം വെരി നെർവസ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, മിന്നു എത്രയോ വർഷമായിട്ട്, ഞാൻ 8-9 വർഷമായിട്ട് PHQവിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എത്രയോ IPSകാരെ ഡെയിലി ബേസിസിൽ കാണുന്നതാണ്, എത്രയോ പേരോട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെയല്ലേ UPSCയുടെ ബോർഡും? ഇപ്പോൾ ഇവിടെ വന്നിട്ട് DGയോട് സംസാരിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് UPSC ചെയർമാനോട് സംസാരിക്കാൻ പറ്റില്ല? ബിക്കോസ് ദേ ആർ ഓൾസോ വിത്ത് ദ സെയിം റാങ്ക്. അപ്പോൾ അതെനിക്ക് നല്ല കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവസാനമായപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ അടുത്തടുത്ത് വന്നപ്പം ഐ ഫേക്ഡ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. ഇങ്ങനെ പറ്റും, എനിക്ക് ഇത്തവണ റാങ്ക് വേണം എന്നുള്ളൊരിത് ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ ഐ തിങ്ക് ഇറ്റ് ഈസ് ലാർജ്ലി അബൌട്ട് അവർ സപ്പോർട്ടിങ് സിസ്റ്റം അറൗണ്ട് അസ്. മുൻപ് പറഞ്ഞ പോലെ നമ്മൾ ഫോർച്യൂണിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാറുണ്ട്, എൻകറേജ് ചെയ്യാൻ, ബട്ട് വിൽ കീപ് ട്രൈ ഡെഫിനറ്റ്ലി. മിന്നു ഇതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, മാനിഫെസ്റ്റേഷൻ, റൈറ്റ്? അതായത് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് എനിക്ക് കിട്ടും, അതായത് നമ്മൾ പ്രിലിംസ് പോലും തോറ്റിരിക്കുന്ന സമയത്തും ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാനും എനിക്ക് കിട്ടുമെന്നും പറയാനുള്ള ഒരു ധൈര്യം, ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണോ മിന്നുവിന് തോന്നുന്നത്? ഐ തിങ്ക് പേഴ്സണലി എൻ്റെ കാര്യത്തിൽ യെസ്. ഞാനത് അഡ്വക്കേറ്റ് ചെയ്യില്ല, പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ വളരെ ഒരു വികാര ജീവിയാണ് സാർ. ഞാൻ വളരെ എമോഷണലി ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ എപ്പോഴും ചെറുപ്പം മുതലേ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ എൻ്റെ മമ്മി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ മമ്മി ഭയങ്കര പ്രാർത്ഥന ഉള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ മമ്മി ഭയങ്കര ഗ്രൗണ്ടഡ് ആണ്, ഭയങ്കര റിലീജിയസ് ആണ്, ഭയങ്കര സ്പിരിച്വൽ ആണ്. അപ്പം മമ്മി എന്ത് പറഞ്ഞാലും പറയും, ദൈവം നിനക്ക് തരും, ദൈവം നിന്നെ നോക്കിക്കോളും. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ആണ് മമ്മിയുടെ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്. അപ്പം എനിക്കത് ഭയങ്കര അഷുറൻസ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറില്ല, വളരെ കുറവാണ്. അപ്പം പക്ഷേ എനിക്കറിയാം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഇറ്റ് ഈസ് ലൈക്ക് വെരി ബിഗ് തിങ് ഫോർ മീ. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഈ മാനിഫെസ്റ്റേഷനും സർ IASൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും, യു ആർ സോ ലക്കി ഇൻ സോ മെനി തിങ്. ഇപ്പോൾ ഇന്ന് എനിക്ക് നെയ്യപ്പം വേണമെന്ന് ഞാൻ വിചാരിച്ചു, എനിക്ക് എവിടെ നിന്നെങ്കിലും നെയ്യപ്പം കിട്ടും. അത് എനിക്കറിയില്ല എന്താണെന്നറിയില്ല, അത് എനിക്കറിയില്ല. വെൻ ഐ ഡിസയർ സംതിങ്, പോലോ പറയുന്ന പോലെ ദ ഹോൾ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ യു ടു ഗെറ്റ് ഇറ്റ്. അത് എൻ്റെ കാര്യത്തിൽ ഭയങ്കര സത്യമാണ്. പക്ഷേ ദാറ്റ് ഡിസയർ ഈസ് വെരി വെരി ജെന്യുവൻ ആയിരിക്കണം. എനിക്കങ്ങനെ സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് ആഗ്രഹം എന്ന് വെച്ചാൽ അത്യാഗ്രഹമാണ്. എൻ്റെ ഭയങ്കര അമിതമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് അതിനകത്ത്. അപ്പം ഞാൻ ഈ മിറർ പ്രാക്ടീസിൻ്റെ കാര്യം പറയാൻ കാരണം, എനിക്കറിയില്ല സർ, ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങിയ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ കൺസേൺ ആയിരുന്നു, ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇങ്ങനെ UPSC ചോദിക്കും, ബയോകെമിസ്ട്രിയും മൈക്രോബയോളജിയും പഠിച്ച ആൾ എന്തിനാണ് ജോഗ്രഫി ഓപ്ഷൻ എടുത്തത് എന്ന്. അപ്പോൾ ഞാനിത് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവർ പറയും, ആദ്യം ഒന്ന് പ്രിലിംസ് പാസ്സാവും എന്നിട്ടല്ലേ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടോ എനിക്കത് കൺവിൻസിങ് ആയിട്ടുള്ള മറുപടിയല്ല. ഞാൻ വിചാരിച്ചു, ഓക്കെ, അസ്യൂം ദാറ്റ് ഐ ക്ലിയർ ദീസ് 2 സ്റ്റേജസ്, വാട്ട് വിൽ ഐ റിപ്ലൈ? അപ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ എനിക്ക് അതിനുള്ള മറുപടി പറഞ്ഞു തന്നു. പക്ഷേ ഈ തോട്ട് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിതിന് വേണ്ടി ആൻസർ ഇങ്ങനെ എൻ്റെ ഒരു 5 വർഷവും ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കില്ലെന്ന് പറയുന്നത് എൻ്റെ ഡീപ്പ് മൈൻഡിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. ആൻഡ് സർ, സർപ്രൈസിംഗ്ലി UPSC ആസ്ക്ഡ് മീ ദിസ് ക്വസ്റ്റ്യൻ. എൻ്റെ ചെയർമാൻ എന്നോട് ചോദിച്ചു, വൈ യു ടുക്ക് ജോഗ്രഫി ആസ് യുവർ ഓപ്ഷൻ ഡെസ്പൈറ്റ് ബീങ് എ ഗ്രാജുവേറ്റ് ഇൻ ദിസ് സബ്ജക്ട്സ്. അപ്പം അന്ന് ഞാൻ അവിടെ ഇരുന്ന് ആ മൊമെൻ്റ് ഇരുന്ന് ഞാൻ ആലോചിച്ചു, എൻ്റെ ദൈവമേ, ഇതിൻ്റെ ആൻസർ ഞാൻ പഠിച്ചിട്ട് വരേണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂവിലാണ്, പക്ഷേ പിന്നെയുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ പഠിച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, എനിക്കെപ്പോഴും അത് ഭയങ്കര റിയലായിട്ട് തോന്നിയിട്ടുണ്ട്. മേ ബി ഇതൊരു സെക്കൻഡ് പേഴ്സൺ ഇത് ആപ്ലിക്കബിൾ ആവണമെന്നില്ല, പക്ഷേ എൻ്റെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട്, ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ. മിന്നു ജോലിയോടൊപ്പമാണ് IAS നേടിയത്. അപ്പോൾ ആരോടെങ്കിലും വന്ന് ചോദിക്കുകയാണ്, അതിന് ഏതെങ്കിലും ഒരു വർക്കിംഗ് പ്രൊഫഷണൽ വന്ന് ചോദിക്കുകയാണ്, ഞാൻ ജോലി വിട്ടിട്ട് പ്രിപ്പയർ ചെയ്യണോ അതോ ജോലിയോടൊപ്പം പ്രിപ്പയർ ചെയ്യണമെന്ന്, മിന്നു എന്തായിരിക്കും ഉത്തരം കൊടുക്കുക? സർ, ഇറ്റ്സ് അപ് ടു എ പേഴ്സൺസ് ചോയ്സ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോരുത്തരുടെ പൊട്ടൻഷ്യൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ചില ആൾക്കാർ നല്ല ഐക്യമുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്യാം. പക്ഷേ അഗെയിൻ ഇറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ഹൗ ഡിമാൻഡിങ് യുവർ ജോബ് ഇസ്. ഇപ്പം ഞാൻ ഒരു ക്ലർക്കായിരുന്നു സർ. ഇപ്പോൾ അതും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ക്ലർക്ക്. ഇറ്റ് വാസ് ലൈക്ക് എ വെരി ഡിമാൻഡിങ് ജോബ്. പ്രത്യേകിച്ച് ഹെഡ് ക്വാർട്ടറിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്
സം ഡേയ്സ് ആർ ലൈക്ക് വെരി ഹെക്ടിക്, ബട്ട് സം ഡേയ്സ് ആർ ലൈക്ക് ഓക്കെ അന്നൊക്കെ ഒരു പത്രമൊക്കെ ഇരുന്ന് വായിക്കാനൊക്കെ പറ്റും. നമ്മൾ കോൺട്രഡിക്ടറി ടു പോപ്പുലർ ഒപ്പീനിയൻ, സർക്കാർ ഓഫീസിൽ നല്ല ജോലിയുണ്ട്. എനിക്കറിയില്ല ആരായി പറഞ്ഞുണ്ടാക്കുന്നത് സർക്കാർ ഓഫീസിൽ ജോലിയില്ല എന്നുള്ളത്. അപ്പോൾ സർക്കാർ ഓഫീസിൽ ഇത്രയും ജോലിയാണെങ്കിൽ പ്രൈവറ്റ് ഫേമിൽ എന്തോരം ജോലി ഉണ്ടാവണം. അപ്പോൾ നമുക്ക് വിൽ പവർ ഉണ്ട്, നമുക്ക് ടൈം മാനേജ് ചെയ്യാം, കുറച്ചൊക്കെ സമയം വർക്കിൻ്റെ ഇടയിലും കണ്ടുപിടിക്കാമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഐ വിൽ നെവർ അഡ്വൈസ് എനിബഡി ടു ക്വിറ്റ്. പിന്നെ അല്ല നമുക്ക് തീരെ പറ്റുന്നില്ല, നമുക്ക് ജെന്യുവനായിട്ട് ആഗ്രഹമുണ്ട് നമുക്ക് സിവിൽ സർവീസ് കിട്ടണം എന്നുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് യു ആർ വില്ലിങ് ടു ടേക്ക് എ റിസ്ക് ഇൻ യുവർ ലൈഫ്, ഡെഫിനറ്റ്ലി യു ക്യാൻ ക്വിറ്റ് യുവർ ജോബ്. ബട്ട് ഇറ്റ് ഈസ് എഗെയിൻ ഈ പറഞ്ഞ പോലെ പേഴ്സണൽ കോളാണ്. പിന്നെ സാറ് ചോദിച്ച പോലെ എന്നോട് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ സ്ഥിരം അവരോട് പറയാറുള്ളത്, യു ഹാവ് ടു സിറ്റ് ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. അത് ഈ പറഞ്ഞ പോലെ ആരോ പറയില്ലേ സർ, ഇൻ അവർ ലൈഫ് സക്സസ് ഇസ് 90% പ്ലാനിങ് ആൻഡ് 10% എക്സിക്യൂഷൻ എന്ന് പറയാറുണ്ട്. വി ഹാവ് ടു റിയലി പ്ലാൻ അവർ ലൈഫ്. അത് മറ്റ് ആസ്പിറൻസിനോടും ഞാൻ പറയുന്ന കാര്യം എപ്പോഴും എന്ന് വെച്ചാൽ നമുക്കൊരു വ്യക്തമായ ധാരണ നമ്മുടെ ലൈഫിനെ പറ്റിയും നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഹാർഷ് ഡിസിഷനും എടുക്കാം, ഈ പറഞ്ഞ പോലെ ക്വിറ്റിങ്. പ്ലസ് ഇതിൻ്റെ കൂടെ തന്നെ പറയാൻ എനിക്ക് ആഗ്രഹമുള്ളൊരു കാര്യം, UPSC ആസ്പിറൻസ് ആണെങ്കിലും യു ഹാവ് ടു കീപ് ട്രൈങ് ഫോർ അതർ എക്സാംസ് ഓൾസോ. ഇപ്പം നമുക്കൊരു പ്ലാൻ ബി ഉള്ളത് എപ്പോഴും നല്ലത്. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ കോൺഫിഡൻസ് ആയിരുന്നു, ഇത് എത്ര തവണ എഴുതി പൊട്ടിയാലും തിരിച്ചു പോകുമ്പോൾ എനിക്കൊരു ജോലി ഉണ്ട് എന്നുള്ളത്. ഇറ്റ് ഈസ് സച്ച് എ റീഅഷുറൻസ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ പറയും, എല്ലാ ഞായറാഴ്ചയും ഒരു ഹാബിറ്റ് ആക്കുക, ഏതെങ്കിലും പരീക്ഷ എഴുതുക എന്നുള്ളത്. ഇപ്പോൾ തൊഴിൽ വാർത്തയൊക്കെ വായിച്ചാൽ നമുക്കറിയാം SSBയുടെ പരീക്ഷ വരാറുണ്ട്, RBI, IB, പിന്നെ ISROയുടെ എക്സാം, ഡിഫൻസിൻ്റെ എക്സാം, അങ്ങനെ കുറേ പരീക്ഷ. ഏത് ഞായറാഴ്ച നോക്കിയാലും ഒരു പരീക്ഷയാണ്, ഒരു PSC അല്ലെങ്കിൽ ഒരു SSBയുടെയൊക്കെ പരീക്ഷകൾ ഉണ്ടാവാറുണ്ട്. അപ്പം തിങ്കൾ മുതൽ ശനി വരെ പഠിക്കുക, ഞായറാഴ്ച ഏതെങ്കിലും ഒരു പരീക്ഷ പോയി എഴുതുക. ഇത് ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്. കാര്യം അങ്ങനെ എഴുതി വരുമ്പോൾ ഇതിന് 2 ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ വരും. 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റീവ് സ്കില്ലും വരും. നമ്മൾ എഴുതി വരുമ്പോൾ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന സ്കില്ലാണല്ലോ എപ്പോഴും ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഹാർനസ് ചെയ്യാൻ പറ്റും. സോ ജോബ് ഈസ് ഗുഡ്, പക്ഷേ ഇഫ് യു ആർ റിയലി ഡെഡിക്കേറ്റഡ് ആൻഡ് യു ഹാവ് എ വർക്കിംഗ് പ്ലാൻ, യു ക്യാൻ ക്വിറ്റ്, നോ ഇഷ്യൂ. ആൻഡ് ആസ് മച്ച് ആസ് പോസിബിൾ മേ ബി 1-2 വർഷം എക്സ്ട്രാ എടുത്താലും ഒരു ബാക്കപ്പ് പ്ലാൻ ഓടെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നതായിരിക്കും അല്ലേ ഏറ്റവും നല്ലത്. യെസ്, കാര്യം സർ ഇപ്പോഴത്തെ നമ്മുടെ ഒരു എന്താ പറയുക, ലോകത്തിൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻഫ്ലേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ വി നീഡ് എ ജോബ് ടു സർവൈവ്. നമുക്ക് ഇപ്പം പലരും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, യു ഷുഡ് ഇൻ സ്റ്റഡി ഫോർ, എന്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തം നമ്മളൊരു ജോലിക്കാരനാക്കാനാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇരിക്കുന്നത്, നമ്മളൊരു ജോലിക്കാരനല്ല ആവേണ്ടത്, ജോലി കൊടുക്കുന്നവനാണ് ആവേണ്ടത്. എനിക്കറിയില്ല ഇതിൻ്റെ പിന്നിൽ മേ ബി ദേ ആർ റൈറ്റ്. പക്ഷേ ഞാൻ എപ്പോഴും വിചാരിക്കും സാർ, നമ്മുടെ ഒരു ഇതനുസരിച്ച് നമ്മുടെ കയ്യിലൊരു ഡെഫിനറ്റ് സാലറിയൊക്കെ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. വേറൊന്നും കൊണ്ടല്ല, അതൊരു ഇപ്പം നമ്മുടെ ആൾക്കാരുടെ പ്രഷറോ പുറത്തുള്ള പ്രഷറോ അല്ല, നമ്മുടെ തന്നെ കുറച്ച് കാര്യങ്ങൾ നടന്നു പോകും. ദാറ്റ് ഈസ് ആക്ച്വലി എ കോൺഫിഡൻസ്. നമ്മുടെ കയ്യിലൊരു ജോലി ഉണ്ട്, നമുക്കൊരു ജോലി കിട്ടിയിട്ട് ജോലി കൊടുക്കുന്ന ആളാവണതിൽ തെറ്റില്ല. അപ്പോൾ ആദ്യമേ ഇങ്ങനെ വേറെ എന്തിൻ്റെങ്കിലുമൊക്കെ പുറകെ നടക്കുന്നതിനോട് എനിക്ക് ആക്ച്വലി സാർ പേഴ്സണലി താല്പര്യമില്ല. അപ്പം നമുക്ക് ഒരു ജോലി നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വേറെ കുറേ ഒരു ജോലിയുടെ ലിസ്റ്റിലെങ്കിലും ഉണ്ടെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ കോൺഫിഡൻസ് ബൂസ്റ്റർ. അപ്പം നമ്മൾ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിലും ഇറ്റ് വിൽ നെവർ ഹേർട്ട് ടു റൈറ്റ് അനദർ എക്സാം. അപ്പം അത് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ലാസ്റ്റ് ക്ലീഷേഡ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഞാൻ ചെറുതായിട്ടൊന്ന് ട്വീക്ക് ചെയ്യുന്നു. അഡ്വൈസ് ടു ആസ്പിറൻസ് ഹു ആർ വർക്കിംഗ് പ്രൊഫഷണൽസ്, അതായത് ജോലിയോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് മിന്നു എന്തായിരിക്കും അഡ്വൈസ് കൊടുക്കുക? 3 things സർ മെയിൻലി. വൺ ഇസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതും ഈ പറഞ്ഞ പോലെ ക്ലീഷേ ആൻസർ ആണ്. ഫസ്റ്റ് ഇസ് മെറ്റിക്കുലസ് പ്ലാനിങ് ഈസ് എവറിഥിങ്. നമുക്കറിയാം ഡെഫിനറ്റ്ലി നമ്മുടെ കയ്യിൽ 24 മണിക്കൂറുണ്ട്, നമ്മുടെ ജോലി ഇതാണ്, നമ്മുടെ വീട്ടിലെ സാഹചര്യം ഇതാണ്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു ജനറൽ പേഴ്സണാലിറ്റി ഇതാണ്. ഇത്രയും കാര്യം നമുക്ക് അറിയാമെങ്കിൽ വി ഹാവ് ടു റിയലി പ്ലാൻ അവർ ലൈഫ്. കാര്യം നമ്മൾ രാവിലെ എണീക്കണത് മുതൽ, അത് കേൾക്കുമ്പോൾ ഭയങ്കര റിഡൻഡൻ്റ് ആയിട്ട് തോന്നും, പക്ഷേ സംടൈംസ് ഇറ്റ് വർക്ക്സ് ഫോർ പീപ്പിൾ who are not that much organized in their life. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് സർ എന്തുകൊണ്ടാണ് ഞാൻ പ്ലാനിങ്ങിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഐ ആം എ ലേസി പേഴ്സൺ. ഇപ്പോൾ ഇവിടെ ഒരു കട്ടിലിട്ട് തന്നാൽ ഞാൻ ഇപ്പോൾ ഉറങ്ങും, അങ്ങനത്തെ ഒരാളാണ് ഞാൻ. കാര്യം എനിക്ക് നല്ല ഉഴപ്പാണ്. എനിക്ക് ഇപ്പോൾ ഫ്രിഡ്ജിൽ സാധനങ്ങളുണ്ടെങ്കിൽ ഞാൻ ഒരു 10 പ്രാവശ്യം തിന്നുകയും ചെയ്യും, അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ ഉറക്കം, ആഹാരം, എന്താ പറയുക, കറങ്ങി നടക്കുക, ഇതാണ് എൻ്റെ ഈ ജീവിതത്തിലെ ഏറ്റവും ഫണ്ടെന്നൊക്കെ പറയുന്ന സാധനം ഇതാണ്.
ഇത് മൂന്നും കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് ലോകത്ത് എന്തും. അപ്പോൾ അത്രയും ലേസി ആയിട്ടുള്ളൊരു വ്യക്തിയായ ഞാൻ നല്ല വൃത്തി പ്ലാൻ ചെയ്ത ഒരു ടൈം ടേബിൾ അനുസരിച്ച് ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിടം എത്താൻ പറ്റില്ല. കാര്യം ഇപ്പോൾ തന്നെ സർ ഏത് പുസ്തകം എത്ര നല്ല ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞാലും 10 പേജ് കൂടുതൽ എനിക്ക് വായിക്കാൻ പറ്റില്ല. അത് കാര്യം എൻ്റെ വയറിങ് അങ്ങനെ ആയിപ്പോയി. ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷെ ആ 10 പേജ് എനിക്ക് അറിയായിരിക്കും. അതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ എന്നെപ്പോലെ അങ്ങനെ ഒരു ലേസി ആയ ഒരു വ്യക്തിക്ക് വ്യക്തമായ പ്ലാനിങ്ങും ടൈം ടേബിളും ഒക്കെ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഒരു തരീക്കയാണ് മെറ്റിക്കുലസ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഓഫ് അവർ ലൈഫ്. അത് നിസ്സാര കാര്യങ്ങൾ. എപ്പോഴാണ് നമ്മൾ ഉറക്കം എണീക്കുക, എപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്, എപ്പോഴാണ് നമ്മൾ പുറത്ത് പോയി നമ്മൾ ഫ്രണ്ട്സിനെ കണ്ട ടെൻറ്റേറ്റീവ്ലി എത്ര സമയം നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യും. ഇത്രയും മൈക്രോ മാനേജ് ചെയ്തിട്ടാണ് ഞാൻ അന്ന് പ്രിപ്പയർ ചെയ്ത സമയത്ത് പഠിച്ചിരുന്നത്. അപ്പോൾ ഇത് ചിലപ്പം ചില ആൾക്കാർക്ക് ആവശ്യം ഉണ്ടാവണം എന്നില്ല. പക്ഷേ ആവശ്യമില്ലെങ്കിൽ പോലും യു ഷുഡ് ഹാവ് എ ഡെഫിനറ്റ് ഐഡിയ ഇൻ യുവർ ലൈഫ് ദാറ്റ് എത്ര വർക്കിംഗ് അവേഴ്സ് നമുക്കുണ്ട്, ഏതൊക്കെ ദിവസം നമ്മൾ എക്സോസ്റ്റഡ് ആവും. മാർച്ച് മാസം നമുക്ക് പഠിക്കാൻ പറ്റില്ല. ദാറ്റ് യു ഹാവ് ടു ഫോർസീ ഇൻ യുവർ ഫ്യൂച്ചർ. കാര്യം ഏതൊരു ഓഫീസാണെങ്കിലും നമ്മുടെ കൺട്രി ഏപ്രിൽ മാർച്ച് എന്ന് പറയുന്ന കലണ്ടർ ഫോളോ ചെയ്യുന്നിടത്തോളം കാലം ഫെബ്രുവരി മാർച്ച് വിൽ ബി വെരി വെരി ടയറിങ് ഫോർ യു. ആ മാസം നമുക്ക് പഠിക്കാൻ പറ്റില്ല. അതേസമയം ഏപ്രിൽ ആൻഡ് മെയ് ആർ ഫ്രീ മന്ത്സ്. പൊതുവെ ഒരു സാർക്കും അറിയായിരിക്കുമല്ലോ, ഒബ്വിയസ്ലി ആദ്യമൊക്കെ നമുക്ക് നല്ലോണം സമയം കിട്ടും. സോ വി ഹാവ് ടു ഫോർസീ 1 year ഇൻ അവർ ലൈഫ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് യു ക്യാൻ ഡു. സെക്കൻഡ് തിങ് ഈസ് ടൈം മാനേജ്മെൻറ്റ്. ഈ പറഞ്ഞ പോലെ അതും ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടുള്ള കാര്യമാണ്. ടൈം മാനേജ് എന്ന് വെച്ചാൽ നമ്മൾ കുറേ കൂടെ ഡിസിപ്ലിൻഡ് ആവുക എന്നുള്ളതാണ്. ഇപ്പം സർ സത്യം പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഞാൻ ഒരു പാലുകാച്ച്, കല്യാണം, നൂലുകെട്ട് ഇതിനൊന്നും ഞാൻ പോയിട്ടില്ല. എന്ന് വെച്ചാൽ അത്രയും ലക്ഷറി എനിക്കില്ല. അങ്ങനെ അതിനൊക്കെ കൂടെ പോയാൽ ഒരുപാട് സമയം പോകും. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ മുൻകൂട്ടി കാണണം എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോടും പുള്ളിയുടെ വീട്ടുകാരോടൊക്കെ ആൾക്കാർ ചോദിക്കും മിന്നു എന്താ വരാത്തത് എന്നൊക്കെ. അപ്പോൾ അന്ന് അവർ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു മിന്നു പഠിക്കുകയാണ്, അല്ലെങ്കിൽ മിന്നുവിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പം പലരും ഇങ്ങനെ അതിനൊരു വളരെ സ്കെപ്റ്റിക്കലായിട്ട് നോക്കി കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ എന്താ വരാൻ പറ്റാത്തത്, അതിനു വേണ്ടി എന്താ IAS പഠിക്കുന്നത്? അതെ, IAS പഠിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത്തരം പരിപാടിക്കൊന്നും പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് ട്രൂ. അപ്പം ഇത് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ പുറത്തെ ആൾക്കാരുടെ ഒപ്പീനിയനൊന്നും നമുക്ക് മാറ്റർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ സെക്കൻഡ് തിങ് യു ക്യാൻ ഡു. ഈ പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള എല്ലാം ഒഴിവാക്കുക. നമുക്ക് വളരെ അടുപ്പമുള്ള 1-2 പേരോട് മാത്രം നമ്മുടെ വിഷൻ പറയുക. ഇപ്പോൾ നമുക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ബോയ് ഫ്രണ്ട് ഉണ്ട്, പറഞ്ഞ് മനസ്സിലാക്കുക ഞാൻ പഠിക്കാൻ പോവാണ്, എന്നെ ഈ സമയങ്ങളിൽ ശല്യപ്പെടുത്തരുത് എന്നൊക്കെ ഉള്ള കാര്യം. അങ്ങനെ അത് ടൈം മാനേജ്മെൻറ്റിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മൂന്നാമത്തെ കാര്യം കുത്തിയിരുന്നങ്ങ് പഠിക്കുക. എനിക്ക് തോന്നുന്നു സാർ ഈ പരീക്ഷയ്ക്ക് വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. ദർ ഇസ് നോ ഷോർട്ട് കട്ട്. പ്രത്യേകിച്ച് വർക്കിംഗ് പ്രൊഫഷണൽസിനോട് എനിക്ക് പറയാനുള്ള കാര്യം, ഒന്നും പറ്റിയില്ലെങ്കിലും ഡെയിലി പേപ്പർ വായിക്കുക. ന്യൂസ് പേപ്പർ, ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ